യം ശൈവാഃ സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. അദ്വൈതബോധാബ്ജസഹസ്രരശ്മിഃ ശാന്തേർലതായാഃ കില കൽപ്പവൃക്ഷഃ സംസാരസന്താപവിനാശചന്ദ്രഃ കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. ഹരിഃ ഓം ഹരിഃ ഓം ഹരിഃ. എല്ലാവരും കണ്ണടച്ചിരിക്കൂ. വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ 3 തവണ ഓങ്കാരം ജപിക്കുക. പതിവ് പോലെ അതിമഹത്തായിരിക്കുന്ന ഒരു തപോനുഷ്ഠാനമാണിത്. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി മംഗളസ്വാധീനവും തരംഗങ്ങളും ഭൂമണ്ഡലത്തിലാകെ രചിക്കണമെന്നതാണ് നമ്മുടെ ഉദ്ദേശം. ഓ ഇത്ര അധികം ആളുണ്ടായിട്ട് ഈ മുഴക്കം കണ്ടാൽ മതിയോ? ശംഖധ്വനി മാതിരി മുഴകണ്ടേ അങ്ങോട്ട്. ഓ ഹരിഃ ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു. ശ്രീകൃഷ്ണൻ, കൃഷ്ണ പരമാത്മ തൻ്റെ കൃത്യങ്ങളെല്ലാം നിർവഹിച്ച ശേഷം ദ്വാരകയിൽ ഒരു വിശ്രമമെന്ന പോലെ കഴിയാണ്. ആ സമയത്താണ് മതി ഇവിടെ കഴിഞ്ഞത്, മുകളിലേക്ക് തിരിഞ്ഞു വരണം, അങ്ങ് ഉപേക്ഷിച്ച് പോന്ന ആസനം ഇപ്പോഴും അവിടെ ഒഴിവായിട്ടിരിക്കുകയാണ്, ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങേ സേവനം ചെയ്യാനുള്ളൊരു സന്ദർഭം ഇനിയും തരണം എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ഒരു നിവേദനം സമർപ്പിച്ചത്. ആ നിവേദനത്തെ തുടർന്നാണ് മറുപടി പറഞ്ഞു, ഞാൻ എന്താ വരാം, എൻ്റെ വംശത്തെയും കൂടി നശിപ്പിച്ച്. ഇത് നിങ്ങളെല്ലാവരും ഓർമ്മ വയ്ക്കേണ്ട കാര്യമാണ്. കൃഷ്ണ പരമാത്മാവിൻ്റെ എല്ലാ ജീവിതത്തിലും പ്രത്യേകതകളും സവിശേഷതകളും അനിതര സാധാരണമായ പല സ്വഭാവങ്ങളും കാണാം. അതിൽ ഏറ്റവും വിശേഷപ്പെട്ടതും ദുരൂഹവുമായിട്ടുള്ളതാണ് ഈ തീരുമാനം. അതും കൂടി ആയി പോകാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഉദ്ധവൻ വന്ന് ചോദിച്ചതും ഉദ്ധവനോട് ബദരികാശ്രമത്തിലേക്ക് പോകാൻ പറഞ്ഞതും. അതിനുവേണ്ടി എല്ലാം വിട്ടു പോവൂ എന്ന് പറഞ്ഞപ്പോൾ ഉദ്ധവന് വിടാൻ പറ്റുന്നില്ല. അപ്പം മനസ്സിന് വലിയ ഒരു വിഷമമായി. ആ വിഷമം തീർക്കാൻ വേണ്ടി അങ്ങ് പറഞ്ഞ മാതിരി ദ്വാരകയെയും അങ്ങയെയും എല്ലാം വിട്ട് എനിക്ക് ബദരികാശ്രമത്തിലേക്ക് പോകാനുള്ള അറിവും വിവേകവും ബലവും കരുത്തും എല്ലാം ഉണ്ടാക്കി തരണം, അതിനുള്ള ഉപദേശം തരൂ എന്ന് ചോദിച്ചപ്പോഴാണ് സംസാരം തുടങ്ങിയത്. ആ സംസാരത്തിൽ ശ്രീകൃഷ്ണൻ ഉദ്ധരിക്കുന്നു ആരെ? അവധൂതനെ. ആരുടെ മുൻപിൽ? യദുചക്രവർത്തിയുടെ മുൻപിൽ. ആ യദുചക്രവർത്തിയോട് എനിക്ക് 24 ഗുരുക്കന്മാരുണ്ട് എന്ന് പറഞ്ഞ് ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ട് വരികയാണ്.
പൃഥിവീ വായുരാകാശം ആപോഗ്നി ചന്ദ്രമാരവിഹി. 6 എണ്ണത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എല്ലാം കൂടി 24 ഗുരുക്കന്മാരാണ്. അതിൽ നമ്മൾ എവിടം വരെ എത്തി? ആകാശം വരെ എത്തി. പൃഥിവീ വായുരാകാശം, ഭൂമിയെപ്പറ്റി പറഞ്ഞു, വായുവെപ്പറ്റി പറഞ്ഞു. ഇപ്പം ആകാശത്തെ പറ്റിയാണ് പറയുന്നത്. അന്തർഹിതശ്ച സ്ഥിരജംഗമേഷു ബ്രഹ്മാത്മഭാവേന സമന്വയേന വ്യാപ്ത്യാവ്യമച്ഛേദമസംഗമാത്മനോ മുനിർനഭസ്ത്വം വിതതസ്യ ഭാവയേത്. ആകാശം തന്നെ കണ്ട് നിസ്സംഗവും അസംഗവുമായിരിക്കാൻ മുനി പഠിക്കണം എന്ന്. ആകാശം എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുക, അതില്ലാത്തിടം ഒന്നുമില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് നാം അതുപോലെ ആകണം. ബാക്കി 4 ഭൂതങ്ങൾ ഉള്ളിടത്ത് മുഴുവനും സർവ്വദിക്കിലും ഉള്ളിലും പുറത്തും ആകാശമുണ്ട്. എന്നാൽ എന്തെങ്കിലും തലത്തിന് അതിന് ലേപനമുണ്ടോ, ഒട്ടലുണ്ടോ, ബാധയുണ്ടോ? ഒട്ടില്ലതാനും. അതുമാതിരി ആവണം നമ്മളും. യഥാ സർവഗതം സൗക്ഷ്മ്യാത് ആകാശം നോപലിപ്യതേ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാനോപലിപ്യതേ എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞത് അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പം സമാനമായിട്ടുള്ള ശ്ലോകങ്ങൾ. അത് കഴിഞ്ഞ് ആകാശത്തെ ദൃഷ്ടാന്തപ്പെടുത്തിക്കൊണ്ട് പിന്നെയും പറയുന്നു. തേജോപന്നമയൈർഭാവൈഃ മേഘാദ്യൈർവായുനേരിതൈഃ ന സ്പൃശ്യതേ നഭസ്തദ്വത് കാലസൃഷ്ടൈർഗുണൈഃ പുമാൻ. ആകാശം പോലെ നിർബാധിതമായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സാധാരണയായി നടക്കേണ്ട സംഭവങ്ങൾ നടക്കരുത് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒഴിഞ്ഞു പോകുക എന്നൊരു സമ്പ്രദായമുണ്ടോ? വീട്ടിലൊക്കെ വിഷമാ, നാട്ടിലൊക്കെ വിഷമാ, അതുകൊണ്ട് ഞാൻ കാട്ടിലാണ് പോയി താമസിക്കാൻ പോണേ എന്ന് പറയുന്നൊരു ചോദ്യം വരുന്നുണ്ടോ? ഇല്ല. ആകാശം എങ്ങനെയാ? ബാക്കിയുള്ള 4 ഭൂതങ്ങൾ അതാത് പ്രവൃത്തികളും അതിലെന്തെല്ലാം ചലനങ്ങളുണ്ടോ, സ്പന്ദനങ്ങളുണ്ടോ, ക്രിയകളും പ്രതിക്രിയകളുമുണ്ടോ, പ്രതികരണങ്ങളും പ്രതികരണങ്ങളുമുണ്ടോ? അതൊക്കെ അതിൻ്റെ പാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആകാശത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ സൂക്ഷ്മത ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അതിൻ്റെ നിർലിപ്തത, അത് അതേപടിക്ക് തുടരുന്നു. ഒരു പ്രവൃത്തിയും നിർത്തിവെക്കണില്ല. അതെ, ഞാൻ നിർബാധിതനായിരിക്കാൻ പോണു, ഞാൻ കിടന്നുറങ്ങാൻ പോവുക, അതുകൊണ്ട് നിങ്ങളൊക്കെ മിണ്ടാണ്ടിരിക്കണം എന്നൊന്നും പറയണില്ല. മിണ്ടുന്നവർ മിണ്ടുന്നു, പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കണു, ഞാനാണെങ്കിൽ കിടന്നുറങ്ങണമുണ്ട്. ആ മാതിരിയുള്ള ഒരു നില. നിസ്സംഗം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനോടും കൂടിയിരിക്കുന്ന സമയത്തും ഉള്ളിൽ നിസ്സംഗമായിരിക്കുന്ന ഒരു നില അനുഭവിക്കുന്നതാണ് ഈ നിസ്സംഗത്വം എന്ന് പറയുന്നത്. അതിലിവിടെ ഉദാഹരണം പറയുകയാണ്. എങ്ങനെ? തേജോപന്നമയൈർഭാവൈഃ മേഘാദ്യൈർവായുനേരിതൈഃ. ആകാശം എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നു. കുറേ അങ്ങോട്ട് താഴത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ വായുവായി. വായുവിൻ്റെ അടുത്തുനിന്ന് താഴത്ത് വന്നാൽ ജലമായി. ജലം കഴിഞ്ഞാൽ ഏറ്റവും ഖരമായിരിക്കും വസ്തു ഭൂമിയായി. ഇങ്ങനെ ഭൂമി, ജലം, വായു എന്ന് പറയുന്ന 3 എണ്ണത്തിൽ പരസ്പരം ധാരാളം വികാരങ്ങളും വിക്രിയകളും നടക്കാറുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ? 6 ഋതുക്കളുണ്ട് നമുക്ക്. ആ 6 ഋതുക്കൾ ഭൂമണ്ഡലത്തിൽ ഉണ്ടാവുന്നതാണ്. ഈ ഋതുക്കൾ മുഴുവൻ ആകാശം വരെ എത്തുന്നുണ്ടോ ചോദിച്ചാൽ എത്തുന്നില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, തേജ അപ്പ് അന്നമയൈർഭാവൈഃ മേഘാദ്യൈഃ. ഈ ഭൂമിയിൽ എന്തൊക്കെയാണ് പരിണാമങ്ങളും പരിവർത്തനങ്ങളും നടക്കുന്നത്? ആവിയായി സമുദ്രത്തിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ആവിയായി മേപ്പോട്ട് പോണു. അത് വായു തട്ടി പലയിടത്തും സഞ്ചരിക്കുന്നു. ആ സഞ്ചാരത്തിൽ എവിടെയൊക്കെയോ പോയി എത്തുന്നുണ്ട്. ചില സമയത്ത് അത് തണുത്ത് ഇരുണ്ടുകൂടി കറുത്ത മേഘങ്ങളാവുന്നു. ആ മേഘങ്ങളായതിനു ശേഷം അത് വർഷിക്കുന്നു. കറുത്തിരണ്ട മേഘങ്ങളായിക്കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തെ പോലും അതിന് മറയ്ക്കാൻ സാധിക്കും, ഗ്രഹണം പോലെ. അങ്ങനെ അഗ്നി ഒരു ഭാഗത്തെ ചൂട്, മറുഭാഗത്ത് വെള്ളം, അവിടുന്ന് അങ്ങോട്ട് ഭൂമി, ഇങ്ങനെ പല അംശങ്ങളും കുടിച്ചേർന്ന് മേഘാദ്യൈഃ വായുനേരിതൈഃ. മേഘം മുതലായിട്ടുള്ള സാധനങ്ങൾ ആകാശകോശത്തിൽ ഉപരിമണ്ഡലത്തിൽ സഞ്ചരിച്ച് വായുവിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകപ്പെട്ട് അങ്ങനെ സഞ്ചരിച്ചിരിക്കുമ്പോഴും ന സ്പൃശ്യതേ നഭസ്തദ്വത്. ആകാശത്തിന് ഇതുകൊണ്ട് എന്തെങ്കിലും സ്പർശമോ തൊടലോ ഏൽക്കുന്നുണ്ടോ? സംശയമുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. എത്ര തവണ മേഘം പൊന്തിക്കഴിഞ്ഞു, എത്ര തവണ മഴ പെയ്തു കഴിഞ്ഞു, എങ്ങാണ്ടൊക്കെയോ മഞ്ഞും പെയ്യുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ. ചിലപ്പോൾ ഉഷ്ണം കൂടിയെന്ന് പറയും,
ചിലപ്പോൾ പക്ഷികൾ വരെ ഉരുകി ഹൈദരാബാദിലൊക്കെ അങ്ങോട്ട് ചാവാറുണ്ട് ചൂട് കൂടിയിട്ട്. ഭൗമതാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഭൗമതാപമേ വർദ്ധിക്കുന്നുള്ളൂ. സൂര്യൻ എന്ന് പറയുന്ന ഗോളം ആകാശത്തിലാണ്. ആ ആകാശത്തിൽ നിന്ന് വരുന്ന സൂര്യരശ്മികൾക്ക് എന്തുമാത്രം ചൂടാ! സൂര്യൻ്റെ അടുത്തൊന്നും ആർക്കും ചെല്ലാൻ പറ്റില്ല എന്നാണ് നമുക്ക് ഇവിടെ നിന്നിട്ടുള്ള അറിവ്. ഇങ്ങനെ ചുട്ടുപഴിപ്പിക്കുന്നതായ പല പ്രക്രിയകളും ഇവിടെ നടന്നാലും ആകാശം അതിലൊന്നും വെന്തു പോവാറില്ല. ഇതേമാതിരി നമ്മുടെ വ്യക്തിത്വത്തിലുമുണ്ട് ആകാശം എന്ന് പറയുന്ന ആകാശ സമമായിരിക്കുന്ന ഒരു തലം. ഈ ഉരുണ്ട ഭൂമിയുണ്ടല്ലോ, ഈ ഭൂമി പുറത്തൊക്കെ കണ്ടാൽ കട്ടിയായിട്ടുള്ള മണ്ണും കല്ലും പാറയും ഒക്കെയാണ്. ഇതിൽ നേരെ ഒരു കുഴി കുഴിക്കുക. എന്നിട്ട് ആ ഭൂമിയുടെ ഒത്ത വൃത്തത്തിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, ആ സെൻറ്ററിൽ കൂടി ആ തുളയങ്ങോട്ട് താഴത്തേക്ക് പോയി എന്നിരിക്കട്ടെ. എന്താ വരിക എന്നറിയോ നിങ്ങൾക്ക്? ആ ശരിക്കുള്ള കേന്ദ്രസ്ഥാനത്ത് ചെന്നാൽ അവിടെ ഗ്രാവിറ്റി, ആകർഷണശക്തി കുറവാണ്. ഈ ഭൂമിയുടെ ഉള്ളിൽ എല്ലാം ഇങ്ങനെ ഉറച്ചിരിക്കുന്ന കല്ലും പാറയുമാണെന്ന് വിചാരിക്കരുത്. ഉള്ളിലേക്ക് പോകും തോറും അത് പലയിടത്തും ദ്രവമയമാണ്. അത് കഴിഞ്ഞാൽ അത് ഗ്യാസാണ്, വാതമാണ്. അവസാനം ഉള്ളിലെത്തുന്ന സമയത്ത് ഒരു പക്ഷേ ശൂന്യമായിരിക്കും, ഒരാകർഷണ ശക്തിയുമില്ല. അവിടുന്ന് അങ്ങോട്ട് പിന്നെയും മൂത്ത് പഴുത്ത് ഭൂമിയെ പോലെയായി. ഇതാണ് ഭൂമിയുടെ നില. അത് നല്ല പോലെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഈ ചുട്ടുപഴുത്ത് നിൽക്കുന്നതാണ് എന്ത്? അന്തരീക്ഷത്തിൽ പല ഭാഗവും. ഈ ചുട്ടുപഴുപ്പിൽ മുഴുവനും ആകാശം ബാധിക്കുന്നേയില്ല. ബാധ എവിടം വരെയുണ്ട്? ഭൂമിയിലുണ്ട്, വെള്ളത്തിലുണ്ട്, വായുവിലുണ്ട്. അവിടുന്ന് അങ്ങോട്ട് കടന്നാൽ ആകാശം എന്ന് പറയുന്നത് തികച്ചും നിർലിപ്തമാണ്, നിർബാധിതമാണ്. അപ്പം മേഘങ്ങളോട് നീ ഉയരരുത്, ഉയർന്നാൽ എന്നിൽ കറ വരും, നിങ്ങൾ മഴ പെയ്താൽ ഞാൻ നനഞ്ഞു പോവും എന്നൊന്നും ആകാശം പറയുന്നില്ല. ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തിൽ ആദ്യമായിതാ പാഞ്ചഭൗതികമായിരിക്കുന്ന അന്നമയ കോശം. ആ അന്നമയ കോശം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രാണമയ കോശം. പ്രാണൻ എന്ന് പറയുമ്പോൾ വായുവിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള ഒരു പ്രസരണവും ഒരു പ്രകടനവുമാണ്. അതും കഴിഞ്ഞ് സൂക്ഷ്മമായിട്ടുള്ളതാണ് മനോമയം. അതും കഴിഞ്ഞ് സൂക്ഷ്മമായിട്ടുള്ളതാണ് വിജ്ഞാനമയം. ആ വിജ്ഞാനമയത്തിനേക്കാൾ സൂക്ഷ്മമാണ് ആനന്ദമയം. അതും കഴിഞ്ഞാലാണ് ആത്മകോശം. ഇതിങ്ങനെ ഒന്നിനൊന്ന് അടക്കി വച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെയല്ലാതെ ഇങ്ങനെയുള്ള കോശങ്ങളൊക്കെ ഉണ്ട്. അതിലെ ആത്മതലം എന്ന് പറയുന്ന തലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ മനസ്സിൻ്റെ മനനം മൂലം, ബുദ്ധിയുടെ ഗവേഷണം മൂലം, അഹങ്കാരത്തിൻ്റെ അലിവ് മൂലം നമുക്ക് നിർബാധിതമായിരിക്കുന്ന ഒരു നിലയിൽ എത്തിച്ചേരാൻ പറ്റും. സ്വാമിജി, ഇത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒരു നിവൃത്തിയുമില്ല വിശ്വസിക്കാതെ, എനിക്ക് സമ്മതം എഴുതി തരാതെ. ദിവസേന നിങ്ങൾ കിടന്നുറങ്ങുന്നുണ്ടോ എന്നാ ചോദ്യം. ഉറങ്ങുന്നുണ്ടോ? ആ ഉറങ്ങുന്ന സമയത്ത് തൊട്ടടുത്ത് കിടക്കുന്ന ആളെ പറ്റി അറിയാമോ? വളരെ പ്രതീക്ഷയോടുകൂടി കാത്തു നോറ്റ ഒരു കുട്ടിയുണ്ടായി. അമ്മ പ്രസവിച്ചു, പ്രസവമൊക്കെ കഴിഞ്ഞു. ചിലപ്പോൾ താലോലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണു മൂടിപ്പോവും. പതുക്കെ കുട്ടിയെ എടുത്ത് കിടത്തി പുതച്ചതിന് ശേഷം അമ്മ അവിടെ കിടന്നു. ആ കടന്നു കഴിഞ്ഞ അമ്മയ്ക്ക് അവിടെ കുട്ടിയോ താനോ ഉണ്ടോ? എന്താ അതുവരെ താലോലിച്ചു കൊണ്ടിരുന്ന കുട്ടി എവിടെ പോയി? അപ്പം ഇതൊക്കെ എങ്ങനെ ഉണർന്ന് നമ്മൾ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള ശക്തി നമ്മളെ അതിൽ നിന്ന് വിടുവിച്ച് താൻ മാത്രമാക്കി തന്നെ പോലും അറിയാതെ ഇരിക്കുന്ന ഒരു സുഷുപ്തി അവസ്ഥയുണ്ട്. ആ സുഷുപ്തി അവസ്ഥയെ നല്ല പോലെ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കിക്കോളൂ. അപ്പം എങ്ങനെ നാം ജാഗ്രത അവസ്ഥയിൽ ബാധിക്കപ്പെടുന്നുവോ അതേമാതിരി ഉറക്കം എന്ന് പറയുന്ന അവസ്ഥയിൽ ഈക്വലി വി റിമെയിൻ അൺഅഫക്റ്റഡ് ഡ്യൂറിങ് സ്ലീപ്പ്. As the wakeful state is one of interactions, intense interactions, and the consequential impacts, many different kinds of impacts are there. Exactly in the same manner, the consciousness, the power of animation, which animates and activates our body, is capable of leading us to a wonderful inner state where we remain unconscious of even the body, not to speak of the world. And we totally transcend and get insulated from all kinds of impacts from anywhere and everywhere. ശരീരത്തിൽ നടക്കുന്ന ശ്വാസപ്രക്രിയ പോലും അറിയാതെ എല്ലാറ്റിനെയും മറന്ന് നാം പോണു. അപ്പം അങ്ങനെ ഒരു തലം അവിടെ ഉണ്ടോ? അല്ലെങ്കിൽ 7-8 മണിക്കൂർ നേരം അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? എന്താ നിങ്ങൾ മിണ്ടാത്തെ? ഉറങ്ങുന്നുണ്ടല്ലോ. അപ്പം ബാധിതം എങ്ങനെ ബാധിക്കുന്നുവോ ജാഗ്രത അവസ്ഥയിൽ
അതുപോലെ ബാധിക്കപ്പെടാതെ ഇരിക്കുന്ന ഒരു സ്ഥിതി നമുക്കുണ്ട് എന്നുള്ളത് എല്ലാവരുടെയും അനുഭവമാണ് സുഷുപ്തിയെ പ്രമാണമാക്കി. അപ്പം അങ്ങനെ ഒരു നില നമുക്കുണ്ട്. ഞാൻ ആകാശത്തിനെ കണ്ടിത് പഠിച്ചു, അതുകൊണ്ട് ഈ ലോകത്തിൽ എന്ത് നടക്കുമ്പോഴും ഞാൻ നടക്കരുത്, അയ്യോ കവിഞ്ഞു പോയി, അക്രമമായി പോയി എന്ന് വിചാരിക്കാറില്ല. സാധാരണ തത്വജ്ഞാനികളെ പറ്റി പറയുമ്പോൾ വസിഷ്ഠർ ഉപദേശിക്കുകയാണ് ശ്രീരാമനെ. ഒരു ദിവസം എണീറ്റ് നോക്കിയപ്പോൾ ഹിമാലയ പർവ്വതം മുഴുവനും ഉരുകി ദ്രവമായിരിക്കുന്നു. ജ്ഞാനിക്ക് യാതൊരു അത്ഭുതവും തോന്നില്ലത്രേ. പിന്നെ ഒരു ദിവസം എണീറ്റ് നോക്കിയപ്പോൾ സമുദ്രമാകെ വറ്റി വരണ്ട് അതിൻ്റെ അടിത്തട്ട് പുറത്ത് കാണുന്നു. അദ്ദേഹത്തിന് ഒരു കൂസലും ഇല്ല എന്നാണ് പറയണത്. ഈ ലോകത്തിൽ എന്തും നടന്നുകൊള്ളട്ടെ, ആ നടക്കുന്നതിൽ നിർബാധിതമായിരിക്കാനുള്ള ഒരു കഴിവ്, അതിനുള്ള ഒരു സാധ്യത, ദി പൊട്ടൻഷ്യൽ ആസ് വെൽ ആസ് ദ പോസിബിലിറ്റി ടു റിമെയിൻ ആബ്സല്യൂട്ട്ലി അൺറഫിൾഡ്, unaffected, uncontaminated, undisturbed, unshaken, insulated from everything പരിപൂർണമായി നമുക്കുണ്ട്. ഇതാണ് ഞാൻ പഠിച്ചത് എന്ന്. ന സ്പൃശ്യതേ നഭസ്തദ്വത് കാലസൃഷ്ടൈർ ഗുണൈഹി പുമാൻ. ആവിയും ഉയർച്ചയും ഒക്കെ ഉണ്ടല്ലോ ഈ ലോകത്തിൽ നിന്ന്. എന്തൊക്കെയോ അത് ആവിയായിട്ട് ഇങ്ങനെ മേപ്പെട്ട് ഉയർന്നു, അത് കഴിഞ്ഞാൽ അത് തണുത്തിട്ട് താഴത്തേക്ക് വരുന്നു. ഈ ചക്രം ചാക്രികമായിരിക്കുന്ന ഗതികൾ ഇങ്ങനെ നടന്നോട്ടെ. ആകാശം ഇതിനെല്ലാം അധിഷ്ഠാനമായി, ആധാരമായി, അടിസ്ഥാനമായി അങ്ങനെ നിന്നു കൊടുക്കുക. ഈ ലോകത്തിൽ എന്ത് അനുഭവം ഉണ്ടാവണമെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾ ഗ്രഹിക്കുമോ? എന്ത് അനുഭവം ഉണ്ടാവണമെങ്കിൽ അനുഭവിക്കുന്ന ഞാൻ അവിടെ വേണം. ഞാൻ ഇപ്പോൾ ദുഃഖം അനുഭവിക്കണമെങ്കിൽ ദുഃഖം അനുഭവിക്കുന്ന അനുഭവി അവിടെ വേണം. അപ്പം അനുഭവി ഇല്ലാതെ അനുഭവം ഉണ്ടാവുമോ? അപ്പം എല്ലാ അനുഭവങ്ങളും വരണത് എന്തുകൊണ്ടാണ്? അനുഭവി അവിടെ ഉള്ളത് കൊണ്ടാണ്. എല്ലാം നമ്മുടെ മനസ്സിൽ പൊന്തിത്താഴുന്നു. പുറമേ നിന്ന് പല അനുഭവങ്ങളും നമുക്ക് വരണു. അത് വരണതും പോണതും സാധ്യമാകണമെങ്കിൽ വരാതെയും പോകാതെയും ഇരിക്കുന്ന താൻ അല്ലെങ്കിൽ ഞാൻ അവിടെ അങ്ങോട്ട് ഉണ്ടാവണം. അപ്പോൾ വന്നു പോകുന്ന സർവ്വ അനുഭവങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് എന്തിനെയാ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ പറയണത്? ഇല്ല എന്നാണ് എനിക്ക് തോന്നണേ. വന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് അനുഭവങ്ങളെയോ അതോ വരാതെയും പോകാതെയും ഇരിക്കുന്ന ഒരു ഘടകത്തെയോ? എന്തിനെങ്കിലും വരണമെങ്കിൽ ഞാൻ വേണമല്ലോ, എൻ്റെ അടുക്കലേക്കാണല്ലോ വരണത്, എന്നെ വിട്ടിട്ടാണല്ലോ പോണത്. പിന്നെ രണ്ടാമതും വരണമെങ്കിൽ ഞാൻ അവിടെ വരാതെയും പോകാതെയും ഇരിക്കണ്ടേ? അപ്പം എല്ലാ അനുഭവങ്ങളിലും അടിവരയിട്ട് തെളിയുന്നത് വരാതെയും പോകാതെയും ഇരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമുക്ക്. അപ്പം നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു ശരീരമാണ് എന്ന് തെറ്റിദ്ധരിക്കണ്ട, ഇന്ദ്രിയ തലമാണ് എൻ്റെ എന്ന് തെറ്റിദ്ധരിക്കണ്ട. അത് ഏറ്റവും ഉപരിതലമാണ് ഇന്ദ്രിയതലം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലാണ് വായുതലം എന്ന് പറയുന്നത്. അതിൻ്റെയും ഉള്ളിലാണ് പ്രാണൻ്റെ തലം. അതിൻ്റെയും ഉള്ളിലാണ് മനസ്തലം. അതിൻ്റെയും ഉള്ളിലാണ് ബുദ്ധിതലം. അതിനെ എല്ലാറ്റിനെയും താണ്ടിക്കിടന്നിട്ടാണ് ആത്മതലം. അങ്ങനെ ഒന്നൊന്നും ഉണ്ടോ? നിങ്ങൾ സമ്മതിക്കാൻ ഒരുക്കമുണ്ടോ ഈ സദസ്സ് അങ്ങനെ ഒന്നും ഉണ്ടെന്ന്? ആ ആത്മതലത്തിൽ ഒരു തരത്തിലുള്ള ബാധയും ഒരിക്കലും ഉണ്ടാവുന്നില്ല. അത് ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല, ഒരു പ്രവൃത്തിയുടെ ഫലത്തിനും വിധേയമല്ല. അതിനെ സംബന്ധിച്ചാണ് കൃഷ്ണൻ പറയുന്നത് നായം ഹന്തി ന ഹന്യതേ. ആ ആത്മതലമുണ്ടല്ലോ അർജുന, അതൊരിക്കലും കൊല്ലുന്നില്ല, അതൊരിക്കലും കൊല്ലപ്പെടുന്നുമില്ല. പിറക്കില്ല ചാകയില്ലെന്നുമെന്നല്ലുണ്ടായിട്ടില്ലിനി ഉണ്ടാകയില്ല. അജന്നിത്യൻ അജന്നിത്യൻ ശാശ്വത നീ പുരാണൻ കൊല്ലപ്പെടാ മെയ് മുടിക്കുന്ന പോതും. ഇതങ്ങനെ എണീറ്റ് നിന്ന് നിങ്ങളൊന്ന് പാടുവോ? എന്നാലേ ശരിയാവുള്ളൂ. ന ജായതേ മ്രിയതേ വാ കദാചിത്. അങ്ങോട്ട് പാടണം. ആ അതിനൊരുക്കണ്ടോ? എന്നാ ഞാൻ ചൊല്ലിത്തരാം. ന ജായതേ മ്രിയതേ വാ. ഞാൻ ചൊല്ലിയാലുണ്ടല്ലോ എല്ലാവരും ഏറ്റു ചൊല്ലണം. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജഃ നിത്യഃ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഭേഷായി
ഒക്കെ മുക്തന്മാരായി. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഒരിക്കലും ഞാൻ ജനിക്കുന്നില്ല, മരിക്കുന്നുമില്ല. ജനിച്ചിട്ട് വേണം എനിക്ക് കുറേ കാലം ഇരിക്കാൻ എന്നില്ല. അത് ശരീരത്തിനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അജനാണ് ഞാൻ, നിത്യനാണ് ഞാൻ, ശാശ്വതനാണ് ഞാൻ. ശരീരം വീഴുമ്പോഴും ശരീരത്തിനെ കൊല്ലുമ്പോഴും എനിക്ക് വീഴ്ചയില്ല, ഞാൻ വധിക്കപ്പെടുന്നില്ല. അമരഗാനമാണിത്. ഇത് ആരെ പറ്റിയിട്ടാണ് ഈ പാട്ട് പാടുന്നത്? പുറം വസ്തുക്കളെ പറ്റിയിട്ടല്ല, പുറം ശരീരത്തെ പറ്റിയല്ല, ഉള്ളിലിരിക്കുന്ന മനസ്സിനെയും ബുദ്ധിയെയും പറ്റിയല്ല. ഇതിനെല്ലാം അടിത്തട്ടിലുള്ള ആത്മതലത്തെക്കുറിച്ചുള്ള അമരഗാനമാണിത്. ആത്മതലത്തെക്കുറിച്ചുള്ള അമരഗാനമാണിത്. ഇതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഞാൻ പഠിച്ചെന്നത് ഇതാ. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം? ഒരു മന്ത്രം എപ്പോഴും ഓർമ്മ വയ്ക്കണം. അസംഗോഹം 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 പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ. ഇതാണ് ഓർമ്മ വയ്ക്കേണ്ടത്. അസംഗോഹം. പോരാ അസംഗോഹം 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 പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹം സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ അഹമേവാഹമവ്യയഃ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ ഇതാകട്ടെ നിങ്ങളുടെ അഭിമാനം. ഞാൻ ജനിക്കാത്തവനാണ്, ഞാൻ മരിക്കാത്തവനാണ്, ജനിച്ചതിന് ശേഷം ജീവിക്കുന്നവനല്ല. ജനനത്തിന് മുൻപും ഞാൻ ഉണ്ടായിരുന്നു, മരണാനന്തരവും ഞാൻ ഉണ്ടായിരിക്കും. ആ ഉള്ളവനും ഉണ്ടാകാൻ പോകുന്നവനുമാണ് ജനന മരണങ്ങൾക്ക് മധ്യേയുള്ള ഈ ജീവിതദശയിൽ വിരാജിക്കുന്നവനും പ്രകാശിക്കുന്നവനും. അതുകൊണ്ട് എന്നെ നിങ്ങൾ കല്ലെടുത്തെറിയാനോ ആയുധങ്ങൾ പ്രയോഗിച്ച് കൊല്ലാനോ നോക്കിയിട്ട് കാര്യമില്ല. ഒരാൾക്കും കീഴ്പ്പെടാത്തവൻ, ആർക്കും അതിക്രമിക്കാൻ പറ്റാത്തവനായിരിക്കുന്ന ശാശ്വതരൂപിയാണ് ഞാൻ. ശാശ്വതരൂപി. ആകാശം എങ്ങനെയോ അതുപോലെ. ആകാശവല്ലേപവിദൂരഗോഹം ആകാശവത്. ഒന്ന് പറഞ്ഞ്, നിങ്ങൾക്ക് സെൻസിറ്റീവ്നെസ് ഇല്ല. യു ആർ നോട്ട് ഗുഡ് സ്റ്റുഡൻസ്. ഞാൻ ഒരിക്കൽ പറഞ്ഞു, എന്നിട്ട് രണ്ടാമതൊരു വാക്ക് പറഞ്ഞ് നിർത്തിയാൽ, ഞാൻ പറയാതെ നിങ്ങൾക്ക് പറയാനുള്ള ബുദ്ധിയില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ എന്തിനുകൊള്ളും അങ്ങനെയാണെങ്കിൽ? ആകാശവത് ലേപവിദൂരഗോഹം ആകാശവത് ലേപവിദൂരഗോഹം. ആകാശത്തെ പോലെ ലേപങ്ങളിൽ നിന്നെല്ലാം എത്രയോ ദൂരെയാണ് ഞാൻ. ഭൂമിയുടെ എന്ത് വിക്രിയയും ആകാശത്തിലേശില്ല. ജലം തളച്ചു മറിഞ്ഞ് നീരാവിയായാലും ആകാശത്തിലൊരു പോറലുണ്ടാവില്ല. വായു എത്ര ഊതിയാലും ശരി. അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യയേവച നിത്യ സർവഗതസ്ഥാണു അചലോയം സനാതനഃ. ഭഗവത്ഗീതയിലുള്ള ആത്മഗാനങ്ങളാണിത് മുഴുവനും. എന്തിനാ നിങ്ങൾ പേടിക്കണത്? ദാരിദ്ര്യമാകട്ടെ, രോഗമാകട്ടെ, വേറെ എന്തെങ്കിലും ബാധയാകട്ടെ, തൊലി പുറമേ, അകത്തില്ല. ഇല്ല. അത് മനസ്സിലാക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. കണ്ണുകൊണ്ട് പുറം വസ്തുക്കളെ കാണാൻ പറ്റുള്ളൂ. ബുദ്ധി കൊണ്ട് വേണം അകം വസ്തുവെ സമീപിക്കാൻ. അതാണ് 24 ഗുരുക്കന്മാർ ബുദ്ധ്യുപാശ്രിതാഹ എന്ന് അവധൂതൻ പറഞ്ഞത്. എൻ്റെ ബുദ്ധിയെ ആശ്രയിച്ചുകൊണ്ട് 24 വസ്തുക്കളെ ഞാൻ കണ്ടതിന് ശേഷം എല്ലാവരെയും ഗുരുക്കളാക്കി
ആ ഗുരുക്കളിൽ നിന്ന് ഓരോ പാഠം ഞാൻ പഠിച്ചു. ആകാശവും എൻ്റെ ഗുരുവാണ് എൻ്റെ ബുദ്ധിയുടെ മുൻപിൽ. ആ ആകാശത്തിൽ നിന്ന് നഭസ്ത്വം, ആ ആകാശം എങ്ങനെ നിലനിൽക്കുന്നുവോ പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ഈ ലോകത്തിൽ പ്രകൃതികളും വികൃതികളുമായി പലതും ഇവിടെ അമ്മാനയാടി നടക്കുന്ന സമയത്തും ആകാശം ഒരു കൂസലമില്ലാത്തതുപോലെ എൻ്റെ ഉള്ളിൽ കൂസലില്ലാത്തതായ വിശേഷപ്പെട്ട ഒരു നിശ്ചല വൈഭവം ഇതാ അങ്ങനെ നിൽക്കുന്നു. എവിടെ? എൻ്റെ ഉള്ളിൽ. എൻ്റെ ഉള്ളിൽ ഏത് വലിയ കള്ളനും കട്ടിട്ട് കിടന്നുറങ്ങും, പരമദുഷ്ടനും ഉറങ്ങും. ബ്രാഹ്മണൻ തപസ് ചെയ്ത് ഊക്ക് കഴിച്ചതിന് ശേഷം ബ്രാഹ്മണനും കിടന്നുറങ്ങും. ആ ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിന് വ്യത്യാസമില്ല, എല്ലാവരും ഒരുപോലെയാണ് കിടന്നുറങ്ങുന്നത്. ഉറക്കം ഉള്ളിൽ നിന്ന് വരുന്നതാണ്, പുറമേ നിന്നല്ല. അതിന് പഠിപ്പ് വേണ്ട, സ്ഥാനമാനങ്ങൾ വേണ്ട, ശക്തി വേണ്ട, ഒന്നും വേണ്ട. ഉറക്കമാണ് നമ്മുടെ ഉണർന്നിരിപ്പിന് ആധാരമായിട്ടുള്ളത്. ആ ഉറക്കത്തിലാണ് സെല്ലുകളെല്ലാം നശിച്ചു പോയത് ഉണ്ടാവുന്നത്. അത് ഉണ്ടായാലേ പിന്നെ ഉണർന്നിരിക്കാൻ പറ്റുള്ളൂ. ആ ഉറക്കം ഉള്ളിൽ നിന്ന് സ്ഫുരിക്കുന്നതാണ്. ആ ഉറക്കത്തിൽ എല്ലാവരും നിർബാധിതരെന്നതുപോലെ നിർബാധിതരാകുന്ന ഒരു പ്രബുദ്ധ സ്ഥിതിയുണ്ട്. അതാണ് ഈ സമാധി, ജീവൻ മുക്തി എന്നൊക്കെ പറയുന്നത്. ആകാശമാണതിന് ദൃഷ്ടാന്തം. ആകാശവത് ലേപവിദൂരഗോഹം, ആകാശത്തിനെ പോലെ നിർലിപ്തനാണ് ഞാൻ, നിർലിപ്തനാണ് ഞാൻ. ആകാശവത് ലേപവിദൂരഗോഹം ആദിത്യവത് ഭാസ്യവിലക്ഷണോഹം. ആദിത്യൻ, ആ ആദിത്യൻ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നു. എന്നാൽ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ആദിത്യനെ പ്രകാശിപ്പിക്കാനായി വേറെ ഒന്ന് വേണോ? വേണ്ട. അതുപോലെ ഞാൻ സ്വയം പ്രകാശമാണ്. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങൾ വിട്ടുകളയരുത് കേട്ടോ, വിട്ടുകളയരുത്. സ്വയം പ്രകാശമാണ്. ഉറങ്ങുമ്പോൾ എന്നിൽ ബുദ്ധിയില്ല, മനസ്സില്ല, ശരീരമില്ല, ലോകമില്ല, എല്ലാം മറന്നിട്ടാണ് കിടന്നുറങ്ങുന്നത്. എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ തന്നെയാ പറയണത്, എല്ലാം വിട്ട് മറന്ന് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിയെന്ന്. എന്താ അതിനർത്ഥം? എന്താ അതിനർത്ഥം? ആ ഉറക്കത്തിനെ പോലും പ്രകാശിപ്പിച്ചുകൊണ്ട് സ്വയം പ്രകാശമായിട്ടൊരു സാക്ഷി അവിടെ നിൽക്കുന്നു എന്നല്ലേ അതിനർത്ഥം? ആദിത്യവദ്ഭാസ്യ വിലക്ഷണോഹം അഹാര്യവത് നിത്യവിനിശ്ചലോഹം. പർവ്വതം പോലെ, ഹിമാലയം പോലെ, മഹാമേരു പോലെ ഞാൻ ഒരിക്കലും ഇളക്കം തട്ടാത്തവനാണ്. എൻ്റെ ശരീരത്തിന് ഇളക്കം വരാം, എൻ്റെ മനസ്സിന് ഇളക്കം വരാം, ബുദ്ധി ഇളകിയെന്ന് വരാം. ഇവയ്ക്കെല്ലാം സാക്ഷിയായി എല്ലാം സുസാധ്യമാക്കുന്ന ഒരു അന്തര്യാമിയുടെ ഒരു തലമുണ്ട്, അന്തരാത്മാവിൻ്റെ ഒരു തലം. ആ തലത്തിന് ഒരു ഇളക്കവുമില്ല. അപ്പം നിങ്ങളെ പ്രകൃതിയും ഈശ്വരനും സൃഷ്ടിച്ചിട്ടുള്ളത് പാപ്പരന്മാരായിട്ടോ അതോ പ്രബുദ്ധന്മാരായിട്ടോ? ഒന്ന് മനസ്സിലാക്കോ കൂട്ടരെ നിങ്ങൾ ഈ പൈതൃകം. ഈ പൈതൃകം ഒന്ന് മനസ്സിലാക്കോ. ഇത് സ്കൂളിലെ അധ്യാപകന്മാർ പാടില്ല, കോളേജിലെ ലെക്ചറർമാർ പാടില്ല, റിസർച്ച് സെൻറ്റേഴ്സിലുള്ള ഗൈഡ്സുമാർ ഇത് പാടില്ല. ഇത് പാടണമെങ്കിൽ അവധൂതന്മാർ ഞങ്ങളെപ്പോലെയുള്ളവർ വേണം ഇത് പാടാൻ. വേറൊരാളിത് പാടില്ല, പാടില്ല. അവരുടെ വായിന്ന് ഇത് വരില്ല. ഭാര്യ, മക്കള്, കുട്ടികള്, പണം, 4 വീട്, അയ്യോ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ പാടിയ എല്ലാവരും എന്തു പറയും? അമരഗാനം മനുഷ്യരുടെ വായിന്ന് വരില്ല. ആകാശവല്ലേപവിദൂരഗോഹം ആദിത്യവത് ഭാസ്യവിലക്ഷണോഹം അഹാര്യവത് നിത്യവിനിശ്ചലോഹം അംബോധിവത് പാരവിവർജിതോഹം. സമുദ്രത്തെ പോലെ അനന്തമാണ്, എനിക്ക് അതിർത്തിയില്ല. സമുദ്രത്തെ പോലെ വ്യാപകമാണ് ഞാൻ. ഈ പാട്ട് ഒരു നേരം ഒരു തവണയെങ്കിലും ഒന്ന് പാടൂ. നിങ്ങളുടെ മനസ്സിലുള്ള ഏഴത്തം പമ്പ കിടക്കട്ടെ, പമ്പ കിടക്കട്ടെ. ഈ ലോകം നന്നായതിനു ശേഷം നമുക്ക് ചിരിക്കാൻ പറ്റില്ല, പറ്റില്ല. പെണ്ണിനെ കെട്ടിയാൽ കാല് കെട്ടി, കുട്ടി ഉണ്ടായാൽ വായ കെട്ടി എന്നാ പ്രമാണം. നിങ്ങളൊക്കെ കെട്ടിയിട്ടുള്ളവരും കെട്ടിയിട്ടുള്ളവരുമാ, കെട്ടിയവരും കെട്ടപ്പെട്ടവരുമാണ്. ഒരു പക്ഷേ അത് സാധിക്കില്ല. കാലത്ത് എണീറ്റ് ഈ ഒരു പാട്ട് പാടൂ. ആകാശവല്ലേപവിദൂരഗോഹം
ആദിത്യവത് ഭാസ്യവിലക്ഷണോഹം അഹാര്യവത് നിത്യവിനിശ്ചലോഹം അംഭോധിവത് പാരവിവർജിതോഹം. ഇത് ആരെ പറ്റിയിട്ടായി പാടുന്നത്? അഹം. എന്താ ഈ അഹം? ഞാൻ എന്ന് നിങ്ങൾ പ്രതിദിനം പ്രതിക്ഷണം തന്നെ പറയുന്നുണ്ടല്ലോ. ആ പറയുന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നതായ സത്താവിശേഷം എന്തോ, ചേതനാത്മകത്വം എന്തോ, ബോധസ്വരൂപമായിട്ടുള്ള ആ വസ്തു എന്തോ, അതിനെക്കുറിച്ചിട്ടാണ് ഈ പാടുന്നത്. പുറം ഒരാളെ പറ്റിയിട്ടല്ല. ഇത് മഹാവിഷ്ണുവിൻ്റെ സഹസ്രനാമമല്ല, ശിവസഹസ്രനാമമല്ല, ലളിതാ സഹസ്രനാമമല്ല, തന്നെക്കുറിച്ചിട്ടുള്ള പരമാർത്ഥ ഗാനമാണിത്. പരമാർത്ഥ ഗാനം. ഇത് പാടുന്നതിന് നിങ്ങൾക്ക് ആരുടെ സർട്ടിഫിക്കറ്റ് വേണം? ആരുടെ തീട്ടൂരം വേണം? ആരുടെയാ വേണ്ടേ? ഒരൊറ്റ ആളുടെ വേണ്ട. നിങ്ങളുടെ വായുടെ സാങ്ഷൻ വേണം, മനസ്സിൽ അഭിലാഷം വേണം, ബുദ്ധി സമ്മതിക്കണം. ഇതിന് വേറെ ഒന്നും നമുക്ക് വേണ്ട. ഈ ആകാശത്തിൽ നിന്ന് പഠിക്കുന്നത് എന്താ? യോഗവാസിഷ്ഠ രാമായണത്തിൽ വസിഷ്ഠൻ ഉപദേശിക്കുന്ന സമയത്ത് ശ്രീരാമൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞു കൊടുക്കണു. ഇന്നലെ ഞാൻ ആശ്രമത്തിൽ ചെന്നപ്പോൾ ഒരു എഴുത്ത് വന്നിരിക്കുന്നു. മുക്തിസുധാകരം കേൾക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞ് വളരെ വിശേഷപ്പെട്ട ഒരു എഴുത്ത്. അധികം ചെറിയ ഒരു പീസിലാണ് എഴുതിയിരിക്കുന്നത്. അവരെഴുതിയിരിക്കുക, ശ്രീമദ് ഭാഗവതത്തെ പറ്റി സ്വാമിജി സംസാരിക്കുന്നുണ്ടല്ലോ. ഈ സംസാരത്തിൽ അഷ്ടാവക്ര സംഹിത, യോഗവാസിഷ്ഠ രാമായണം, വിവേക ചൂടാമണി, അപരോക്ഷാനുഭൂതി, ദൃഗ്ദൃശ്യ വിവേകം എന്ന് തുടങ്ങി പലതിൽ നിന്നും അങ്ങ് പലതും ഉദ്ധരിച്ചുകൊണ്ട്, ഉപനിഷത്തുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇത് സംസാരിക്കുമ്പോൾ ശ്രീമദ് ഭാഗവതത്തിന് ഇത്രയധികം ആധികാരികത്വമുണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഇത്ര ഗാംഭീര്യമുണ്ടോ എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. പറയാൻ വാക്കില്ല എന്ന് പറഞ്ഞ് പ്രവചനത്തെയും പ്രവക്തായെയും കുറച്ച് കേമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം എനിക്കത് കേട്ടിട്ട് വളരെ സന്തോഷം തോന്നി. ശ്രീമദ് ഭാഗവതത്തിൽ ഇപ്പം ഞങ്ങൾക്ക് കൂടുതൽ ആഴം വന്നിരിക്കുകയാണ്. അതിലുള്ള ശ്ലോകങ്ങളും അതിലുള്ള സംവാദങ്ങളുമെല്ലാം കൂടുതൽ ശ്രദ്ധയോടുകൂടി പരിഗണിച്ച് ചികഞ്ഞ് ചുഴിഞ്ഞ് ഉള്ളിൽ പോയി കൂലങ്കഷമായി പഠിച്ച് ഗ്രഹിച്ച് സ്വയം നന്നാവണം എന്ന് തോന്നുന്നു. എനിക്ക് തോന്നി പരമസന്തോഷം. നമ്മുടെ മുക്തി സുധാകരം സഫലമായി, സാഫല്യം ദീപ്തിപൂർണമായി. അതിനി തുടർന്നാലും തുടർന്നില്ലെങ്കിലും ശരി. ഇത്രയും ആയല്ലോ. 40-45 ലക്ഷം പേര് ആരും കേൾക്കാത്ത ഈ പുരാണം കേൾക്കണം എന്ന് പറഞ്ഞ് ഇത്രയധികം ആൾക്കാർ കേൾക്കാൻ തുടങ്ങിയെന്ന് കേട്ടപ്പോൾ എനിക്കിതിനൊന്നും വിലമതിക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. ദിസ് ഈസ് ഓൾ ദ ഗ്രേറ്റ്നെസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ മോഡേൺ ടെക്നോളജി ആൻഡ് ദ വാസ്റ്റ് പൊട്ടൻഷ്യൽ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഇറ്റ് കമാൻഡ്സ് ഫോർ ഇറ്റ് സെൽഫ്. ഇതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ശ്രീമദ് ഭാഗവതം സ്വതവേ ഞങ്ങളൊരു പുരാണം എന്നാണ് ധരിച്ചത്. ഇതൊരു പുരാണമൊന്നുമല്ല, അത് വിശേഷപ്പെട്ട ഒരു ശാസ്ത്രമാണ്. അത് മനസ്സിലാക്കാൻ ഈ മുക്തി സുധാകരം വേണ്ടി വന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആദ്യമേ മുതൽക്ക് വേദവ്യാസ മഹർഷി ഇതൊരു ശാസ്ത്രമാണ്, പാരമഹംസ്യ സംഹിതയാണെന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ അനവധി സപ്താഹങ്ങളും നടക്കണു. ഇതൊക്കെ ആയിട്ടും ഇതൊരു അതിമഹത് ശാസ്ത്രമാണ്. ബുദ്ധിജീവികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതുമാണ് എന്ന് മനസ്സിലാക്കിയില്ലല്ലോ എന്നൊരു വിഷമം. ഇപ്പോഴെങ്കിലും കുറച്ചൊരു വക്കതിൻ്റെ പൊട്ടിക്കാൻ അവർക്ക് സാധിച്ചാൽ എനിക്ക് വളരെയധികം സന്തോഷം. അപ്പോൾ ശ്രീരാമനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വസിഷ്ഠൻ. ഈ യോഗവാസിഷ്ഠത്തിനെ പറ്റി സ്വതവേ ഭാരതത്തിൽ ആരും അങ്ങനെ സംസാരിക്കാറില്ല. ഞാൻ യോഗവാസിഷ്ഠത്തിനെ പറ്റി വളരെ മുമ്പ് മുതൽക്ക് സംസാരിക്കാൻ തുടങ്ങിയതാണ്. നല്ലതാണെന്ന് കണ്ടപ്പോൾ ഉടനെ കേൾക്കുന്നവർക്ക് അത് പങ്കുവയ്ക്കണം എന്ന് എനിക്ക് തോന്നി. ഞാൻ ഒന്നാം തരം ഒരു പാലടപ്രഥവനായിട്ടാണ് ഈ യോഗവാസിഷ്ഠം വിതരണം ചെയ്യണത്, വിളമ്പി കൊടുക്കണത്. അതിപ്പോൾ സന്തോഷമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ ഈ കണ്ട ആൾക്കാർ. സന്തോഷം. അന്തഃശൂന്യോ ബഹിശൂന്യോ ശൂന്യകുംഭൈവാംബരേ അന്തഃപൂർണോ ബഹിഃപൂർണോ പൂർണ്ണകുംഭൈവാർണവേ. ഈ സമാധി എന്നുള്ള വാക്ക് പലരും കേട്ടിട്ടുണ്ടാവും. അവർ കേട്ട് വിചാരിക്കും ഞങ്ങൾക്കൊക്കെ ഇത് കിട്ടുമോ. ആര് പറഞ്ഞു കിട്ടുമോ എന്ന് സംശയിച്ചവന് കിട്ടില്ല, സംശയമില്ലാത്തവനോ പെട്ടെന്ന് കിട്ടും ചെയ്യും. ഇതെന്താ പുറമേ ഉള്ളത് വല്ലതാ? ചന്ദ്രനെ പിടിച്ച് കക്ഷത്ത് വയ്ക്കാനാ നമ്മൾ നോക്കുന്നത്. എന്താ ഈ സമാധി എന്ന് പറയുന്നത്? എവിടെയാണോ നാം ചെന്ന് പെട്ടുകിടന്നുറങ്ങുന്നത് ആ ഉറക്കം എന്ന് പറയുന്ന അജ്ഞാന കവാടം ഒഴിവാക്കി അങ്ങനെ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ സാധിച്ചാൽ സമാധിയായി. എന്ത്
എന്താണ്? ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത് സമാധിയായി. എങ്ങനെ നിങ്ങൾ ഉണർന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നില്ലേ? അതുപോലെ ഞാനിതാ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഒന്നും അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. അറിയാനായി ഒന്നും എൻ്റെ മുൻപിലില്ല, അറിയാനായി ഒന്നും എൻ്റെ മുൻപിലില്ല. അതുകൊണ്ട് അറിയപ്പെടൽ എന്നൊരു പ്രക്രിയയില്ല, അറിയുക എന്നൊരു പ്രക്രിയയുമില്ല, അറിയുന്നവനും ഇല്ല. അറിയുന്നവനും അറിയപ്പെടുന്നതും അറിയുന്നതും അറിയുവൻ ഇതൊന്നുമില്ലാതെയിരിക്കുന്ന, ത്രിപുടി പോലും ഇല്ലാതെയിരിക്കുന്ന വിശേഷപ്പെട്ട ചതുർത്ഥമായിരിക്കുന്ന ദശയാണ് എന്ന് അനുഭവിക്കാൻ സാധിക്കും. ഉള്ളിലുള്ളതാണ്. അതിനെന്താ വേണ്ടത്? വൈരാഗ്യം. എന്ത്? ഇത് എല്ലാവരെയും പിടിച്ചു പൊത്തി. മകന് 40 വയസ്സായി, എന്നിട്ട് 40 വയസ്സായ മകനെ ചൊല്ലി അമ്മയ്ക്ക് ദുഃഖമാണത്രേ. അവർ സ്വയം ദുഃഖിക്കണില്ല. 40 വയസ്സായ മകനും മകൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒരു ദുഃഖമില്ല. അവർ വിചാരിച്ചിട്ട് അമ്മയ്ക്കാണ് പിറുപിറ് പിറുപിറ്. ഇതെന്താ, എന്ത് പിറുപിറുക? അവർക്ക് ദുഃഖമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ അമ്മയ്ക്ക് ദുഃഖം? എനിക്ക് മനസ്സിലാവില്ല. എൻ്റെ മകനത് ചെയ്തില്ല, എൻ്റെ മകനത് ചെയ്തില്ല, എന്താ ഇതിനെന്താണ് അവസാനം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉള്ളിലാണ് ഈ സ്ഥിതി. അത് വിചിന്തനം ചെയ്ത് ബുദ്ധി കൊണ്ട് കടഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഭക്തി കൊണ്ട് അതിൻ്റെ അടുത്ത് എളുപ്പത്തിൽ ചെല്ലാൻ സാധിക്കും. ആ ഭക്തിയാണ് ശ്രീമദ് ഭാഗവതത്തിൽ കൂടുതലായി പറയുന്നത്. അന്തഃശൂന്യോ ബഹിശൂന്യോ ശൂന്യകുംഭൈവ അംബരേ അന്തഃപൂർണോ ബഹിഃപൂർണോ പൂർണ്ണകുംഭൈവ ആർണവേ. 2 നിലയാണ് ഈ സമാധിയെ ദൃഷ്ടാന്തപ്പെടുത്താനായി വസിഷ്ഠ മഹർഷി ഇവിടെ ഉപയോഗിക്കുന്നത്. എന്താ? അന്തഃശൂന്യോ ബഹിശൂന്യോ ശൂന്യകുംഭൈവ അംബരേ. ഒരു കുടം എടുത്ത് ശൂന്യാകാശത്തിൽ അങ്ങോട്ട് ഠപ്പ് അങ്ങോട്ട് ഇട്ടാൽ അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? ശൂന്യം. പുറത്തോ? ശൂന്യം. അപ്പോൾ ഉള്ളിലൊന്നുമില്ല, പുറത്തൊന്നുമില്ല. അങ്ങനെ ഒന്നുമില്ലായ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാധാരണ ഇവിടെ നമുക്ക് ചിന്തകൾ, ആവലാദികൾ, പല വിധത്തിലുള്ള ഓർമ്മകൾ, അഭിലാഷങ്ങൾ, ഉന്നങ്ങൾ, ലക്ഷ്യങ്ങൾ, ബാധകൾ, കോട്ടങ്ങൾ, നൂലാമാലുകൾ, പ്രശ്നങ്ങൾ, ഇങ്ങനെ പലതുമാണല്ലോ നമ്മുടെ മനസ്സ് തൊടുത്തുവിടുന്നത്. ഇതൊന്നുമില്ലാതെയാവും. ആ ഉള്ളിലുള്ളതെല്ലാം അലിഞ്ഞു പോയാൽ പിന്നെ പുറത്ത് പെർസെപ്ഷൻ എന്നൊന്നു പോലും ഉണ്ടാവില്ല. എങ്ങാനും കണ്ടാലും കണ്ടതൊന്നും മനസ്സിൽ രജിസ്റ്റർ ചെയ്യില്ല, അങ്ങനെ അങ്ങോട്ട് ഇരിക്കും. അതാണ് ഒരു നില. ഇനി വേറൊരു നില പറയുകയാണെങ്കിലോ, അങ്ങനെ ഒന്നുമില്ലാത്തൊരു ശൂന്യ നിലയാണോ സ്വാമിജി? അല്ല, അതൊരു പൂർണ്ണ നിലയാണ്. ഏതുപോലെ? അതേ കുടമെടുത്ത് അതിൽ സമുദ്രജലം നിറച്ച് നിങ്ങൾ ആ സമുദ്രത്തിൻ്റെ ഉള്ളിൽ മുക്കി അങ്ങോട്ട് ഇട്ടാലത്തെ സ്ഥിതി എന്താ? അന്തഃപൂർണോ ബഹിഃപൂർണോ പൂർണ്ണകുംഭൈവാർണവേ. അകത്തും ഉപ്പുരസം നിറഞ്ഞു, വെള്ളം പുറത്തുമുണ്ട്, അങ്ങനെ പൂർണ്ണമായി കിടക്കണു അതേ കുടം. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ആനന്ദം, ആ അനുഭവ മികവ് പൂർണ്ണമാകുന്ന ഒരു നിലയാണ്. അതേ സമയത്ത് സർവ്വവിധത്തിലുള്ള ആവലാദികളും മനോവൃത്തികളും ചിത്തവൃത്തികളും ബുദ്ധിവൃത്തികളും എല്ലാം ഇല്ലാതെയായി ചിതാകാശം പോലെ ശുദ്ധമായിരിക്കുന്ന ശരത് ആകാശം പോലെ ആയിത്തീരും. ഇതാണ് ആ നില. ഇതാണ് ഞാൻ ആരുടെ അടുത്ത് നിന്ന് പഠിച്ചത്? ആകാശത്തിൽ നിന്ന് പഠിച്ചത് ഇതാണ്. ഇനി വെള്ളത്തിൽ നിന്ന് പഠിച്ചത് എന്താ? ആപോഗ്നിശ്ചന്ദ്രമാരവിഹി. വെള്ളത്തിൽ നിന്ന് സ്വച്ഛ പ്രകൃതിസ്നിഗ്ധോ മാധുര്യസ്തീർത്ഥഭൂർണൃണാം മുനി പുനാത്യപാം മിത്രം ഈക്ഷോപസ്പർശകീർത്തനൈ. എങ്ങനെയാ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കുക? ഞാൻ നിങ്ങൾക്ക് വലിയൊരു സർട്ടിഫിക്കറ്റ് തന്നാൽ നിങ്ങൾ അതൊക്കെ മേടിച്ചു കൊണ്ടുപോവോ? മിണ്ടില്ല. നല്ല ഒരു സർട്ടിഫിക്കറ്റ്, അധ്യാത്മ സർട്ടിഫിക്കറ്റ് തന്നാൽ നിങ്ങൾ മേടിച്ചു കൊണ്ടുപോവോ? നിങ്ങളെല്ലാവരും ജലം പോലെയാകണം. എങ്ങനെയാ ഈ ജലം? സ്വച്ഛ പ്രകൃതിത സ്നിഗ്ധ മാധുര്യ തീർത്ഥഭൂർണൃണാം. സ്വതവേ നമ്മുടെ ജീവിതം സ്വാർത്ഥംബരികളാണ് നമ്മൾ. ആ സ്വാർത്ഥത എന്നുള്ളത് വിട്ട് പരാർത്ഥമായിരിക്കുന്ന ഒരു സമീപനം നിങ്ങൾ ഇന്നു മുതൽക്ക് സ്വീകരിക്കൂ. ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണു? എനിക്ക് വേണ്ടിയിട്ടല്ല. എന്നെ പ്രസവിച്ചത് ആരാ? അച്ഛനും അമ്മയും. അവർ പ്രസവിച്ചതാണ് എൻ്റെ ശരീരം. ഞാൻ നിൽക്കുന്നത് ഭൂമിയിലാണ്. എന്നെപ്പോലെ എല്ലാവരെയും പ്രസവിച്ചവരാണ് ചുറ്റും. അവരെ പോലെ ഒരുവൻ ഞാൻ. എനിക്ക് എല്ലാവരോടും കൂടി ഒരു കൂട്ടായ്മയുണ്ട്.
എൻ്റെ ജീവിതം കൊണ്ട് പരമാവധി സഹായവും ഉപകാരവുമാണ് ഞാൻ ബാക്കിയുള്ളവർക്ക് ചെയ്യുക. ഉപദ്രവം ഒരാൾക്കും ചെയ്യില്ല. മുമ്പ് പറഞ്ഞ മാതിരി പരോപകാരാർത്ഥമിതം ശരീരം, എൻ്റെ ശരീരം പരോപകാരാർത്ഥമാണ് എന്ന് വിചാരിച്ച് ആ പരോപകാരം എന്നുള്ളൊരു വിചാരം നിങ്ങൾക്കുണ്ടാവട്ടെ. ഏതുപോലെ? ജലത്തെപ്പോലെ. ആ ജലം അതിൻ്റെ പാട്ടിൽ നിൽക്കുന്നു, നിങ്ങളെ ഒന്നും ആശ്രയിക്കണില്ല. നിങ്ങളാണ് വീട്ടിൽ ജലത്തിന് ആവശ്യത്തിന് വേണ്ടി പല പാത്രങ്ങളിലും ടാപ്പുകളുമാക്കി ഉപയോഗിക്കുന്നത്. ജലം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ പെരുമാറിക്കോളൂ, കൊണ്ടു നടന്നോളൂ എന്ന് പറയുക. സ്വച്ഛ, എന്തെല്ലാം മാലിന്യം ജലത്തിൽ വന്ന് കലർന്നാലും പിന്നെയും ആ ജലം ശുദ്ധമായി തീരും. പുഴയിൽ എന്തൊക്കെയാ കലരുന്നത്? അത് ഓടി 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 ആ കലർന്ന സാധനങ്ങളെയൊക്കെ വിട്ട് ഒഴുക്ക് വെള്ളത്തിന് അശുദ്ധിയില്ല എന്ന് പറയും, മാലിന്യമില്ല എന്ന്. അത് പിന്നെയും പവിത്രമായി പോണു. അവസാനം എവിടെയാ ചെന്ന് ചേരുന്നത്? സമുദ്രത്തിൽ. സമുദ്രത്തിൽ ചെന്ന് ചേർന്നതോടുകൂടി എല്ലാ ഒഴുക്കുകളെയും, അയ്യോ നിങ്ങൾ എൻ്റെ അടുത്ത് വരരുത്, ഇത്ര വൃത്തികേടോട് കൂടിയിട്ടാണ് വരണത്, എനിക്ക് സഹിക്കാൻ പറ്റില്ല, എൻ്റെ സമുദ്ര സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞ് സമുദ്രം പുഴകളോട് കംപ്ലൈൻറ്റ് പറയുന്നുണ്ടോ? എന്താ മിണ്ടാത്തേ നിങ്ങൾ? പറയുന്നുണ്ടോ? അതുമാതിരി നിങ്ങൾ കംപ്ലൈൻറ്റ് പറയരുത്, ഒരാളെക്കുറിച്ചും പറയരുത്. ആ ഒഴുക്കിനെ മുഴുവൻ സ്വീകരിച്ചിട്ടോ ആ ചളിയും അശണ്ടയൊക്കെ താഴത്തേക്ക് പോയി. ആ വന്ന സമുദ്രത്തിൽ വന്നു ചേർന്നത് ഉപ്പുരസമുള്ളതല്ല, തൻ്റെ ഉപ്പുരസം അതിന് കൊടുത്തതോടുകൂടി അത് പരമശുദ്ധമായി. പിന്നെ അവിടുന്ന് അങ്ങോട്ടോ മിണ്ടാണ്ടി ഇരിക്കുന്നു, സമുദ്രം ആവിയായി മേപ്പോട്ട് പോണു, പിന്നെയും ശുദ്ധവെള്ളം വന്നു പെയ്തു. അങ്ങനെ ആർക്ക് എന്തു വേണമെങ്കിൽ തന്നെ കൊണ്ട് ചെയ്യാം, ഓരോ ഉപദ്രവവും താൻ ചെയ്യില്ല, തന്നെ ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞ് allow yourself to be utilized by the world for its own beneficial purposes. എൻ്റെ ജീവിതം ലോകത്തിന് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ലോകം എങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്നെ ഉപയോഗിച്ചോട്ടെ. ഒരു പുഴ ഒഴുകുന്നത് പുഴയാലല്ല, അത് ഒഴുകുന്ന ഭൂതലത്താലാണ്. എവിടുന്ന് പുറപ്പെടും, എങ്ങനെ ഒഴുകും എന്നുള്ളത് പുഴയ്ക്ക് ഒരു ഇഷ്ടവുമില്ല, അവിടെ ഒരു ഇച്ഛയുമില്ല, ഒരു വീക്ഷണവുമില്ല. താൻ അങ്ങോട്ട് ഇരിക്കണു, താന്ന ജലമാണെങ്കിൽ അങ്ങോട്ട് ഒഴുകും, ഇവിടെയാ താന്നതെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകും. നമ്മുടെ ഗംഗാനദിക്കൊരു പേരുണ്ട്, ഉത്തരവാഹിനി എന്ന്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉത്തരവാഹിനി എന്താ? വടക്കുള്ള ഹിമാലയത്തിൽ നിന്ന് അതിന് ഓപ്പോസിറ്റായിട്ടാണ് ഒഴുകുന്നത്. അങ്ങനെ ഒഴുകുന്നതായ ആ പുഴ ഉത്തരവാഹിനി എന്ന് പറഞ്ഞാൽ വടക്കോട്ട് തിരിഞ്ഞൊഴുകുന്നു എന്ന്. അതെവിടെയാ? അതാണ് വാരാണസിയിൽ. അതാണ് അതിൻ്റെ പ്രത്യേകത. മനസ്സിലായോ? പുഴയ്ക്കുള്ള വിശേഷമാണത്. ഉത്തരവാഹിനി എന്നാണ് ആ വാരാണസിക്ക് പേര്, ആ സ്ഥലത്ത് ഗംഗയ്ക്കുള്ള പേര്. എങ്ങോട്ട് എവിടുന്ന് ഒഴുകി വരുന്നോ അവിടേക്ക് തന്നെ മടങ്ങി ഒഴുകിയിട്ട് പിന്നെ അതങ്ങോട്ട് തിരിച്ചു പോവുക. അതിനെന്താ കാരണം? ഭൂപ്രദേശം അങ്ങനെയാണ്. അപ്പോൾ പുഴയ്ക്ക് തൻ്റേതായ ഒരു ഇച്ഛയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉത്തമ ഭക്തന്മാരായി, തനിക്ക് ഒരു ഇച്ഛയുമില്ല ഇന്ന് മുതൽക്ക്, എല്ലാം കൂടി ഈശ്വരേച്ഛ മാത്രം മാത്രം മാത്രം. എന്നെ തമിഴിലൊരു ചൊല്ലുണ്ട്, ഉണ്ട്ര വൈറ്റാൽ ഉണ്ട്രുകിன்றേൻ, ഉറങ്ക വൈത്താൽ ഉങ്കുകിன்றേൻ. എന്നെ ഉറക്കിയാൽ ഞാൻ ഉറങ്ങും, എഴുന്നേൽപ്പിച്ചാൽ ഞാൻ എഴുന്നേൽക്കും, സംസാരിപ്പിച്ചാൽ ഞാൻ സംസാരിക്കും, ഊണ് കഴിപ്പിച്ചാൽ ഞാൻ ഊണ് കഴിക്കും, ദഹിപ്പിച്ചാൽ എൻ്റെ വയറ് ദഹിപ്പിക്കും. കേൾക്കുന്നുണ്ടോ? അല്ലാണ്ട് അതൊന്നുമില്ല, അത് അതിൻ്റെ പാട്ടിൽ അങ്ങനെ നടന്നോട്ടെ എന്ന്, വെള്ളം ഒഴുകുന്ന മാതിരി നടന്നോട്ടെ, വേറെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ തന്നിച്ഛകൾ മുഴുവനും വിട്ടിരിക്കുക. സ്വച്ഛ പ്രകൃതിത, നൈസർഗികമായിട്ട് വേണം ലോകത്തിൽ ജീവിക്കാൻ. നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള മനക്കോട്ടകളൊന്നും അവിടെ ആവശ്യമില്ല. മനക്കോട്ട അതിൻ്റെ ആവശ്യമില്ല, ഇല്ല. മനക്കോട്ട വലിയ ഉപദ്രവമുള്ളതാ. ഞാൻ കുറേ മുമ്പ് ഈ കഥ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്നും കൂടി പറയാം. പഴയ കാലത്തൊരു ഗൗരിയമ്മ ഉണ്ടായിരുന്നു, തൈര് കച്ചവടക്കാരിയാണ്. തൈര് കച്ചവടമാണ്. എന്നും മൺകുടത്തിൽ നല്ലപോലെ കെട്ടി ഒരു കുടം തൈര് പല വീടുകളിൽ നിന്നും ശേഖരിച്ച് തലയിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ 4-5 കിലോമീറ്ററൊക്കെ നടന്ന് പലർക്കുമാണല്ലോ കൊടുക്കുക. അപ്പോൾ എന്നും ഈ തൈരും കൂടെ ഏറ്റി മേടിക്കുന്നവരെ ഓരോ വീട്ടിൽ പോകണം. കൊടുക്കാൻ കുറച്ച് ദൂരം ഒരു ടൗണിലാണ്, അടുത്ത പരിസരത്ത്. ആ ടൗണിൽ ഇങ്ങനെ പോകുമ്പോൾ കുറേ ഇടവേളയുണ്ടല്ലോ, ആ ഇടവേളയിൽ ആരുമില്ല സംസാരിക്കാൻ, തലയിൽ ഇതിൻ്റെ ഭാരവും വെച്ചിട്ട് ദിവസേന നടന്നു പോവുക. അപ്പോൾ ഒരു ദിവസം ഗൗരിയമ്മ ആലോചിച്ചു, ഞാനേ ഇപ്പോൾ തൈര് വിൽക്കുക. ആ തൈര് വിൽക്കുന്ന സമയത്ത് എൻ്റെ തലയിൽ കുടമുണ്ട്, ദിവസേന ഞാൻ പോകും. ഇപ്പോഴൊക്കെ തൈര് കുറേശ്ശെ കൊടുത്ത് ഞാൻ ഒരു ദിവസം ഇപ്പോൾ 10 റുപ്യക്ക് കച്ചവടം നടത്തുന്നുണ്ട്, എനിക്ക് 2 രൂപ കിട്ടുന്നുണ്ട്. 10 റുപ്യക്ക് 2 റുപ്യ എന്ന് പറഞ്ഞാൽ 20%. ഇതിങ്ങനെ കുറേ കഴിഞ്ഞാൽ
എനിക്ക് ഈ തൈര് മേടിക്കാൻ പോണ്ടി വരില്ല. ഞാനൊരു പശുവിനെ മേടിച്ച് കിട്ടും. ആ പശുവിനെ കറക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് ലാഭം കൂടി 2 റുപ്യ എന്നുള്ള നിലയ്ക്ക് 4 റുപ്യ കിട്ടും. അപ്പം ഞാൻ 2 പശുക്കളെ മേടിക്കും. അങ്ങനെ 2 പശുക്കൾ 3 പശുക്കളൊക്കെ മേടിച്ച് കുറേ കഴിഞ്ഞാൽ നല്ല തൊഴുത്ത് പശുക്കളെ നോക്കാൻ ആൾക്കാർ. ഈ തൈര് കൊടുക്കുന്നതിന് പകരം ഞാൻ പാല് കൊടുത്തോളൂ. ആ പാല് കൊടുക്കില്ല, എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് മേടിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ധാരാളം കാശായി. ഞാൻ കുറേ സൂക്ഷിക്കും. അത് കഴിഞ്ഞ് ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് കാശ് ചോദിച്ചാൽ ഞാൻ തരില്ല എന്ന് പറയുമെന്ന് പറഞ്ഞു. തൈരും കുടം താഴത്ത് വീണി പൊട്ടിയങ്ങട് തകരാറായി. ഈ മനക്കോട്ട കെട്ടിയാൽ ഇതാണ് ഉണ്ടാവുക. ഒരു മനക്കോട്ടയ്ക്കും പോണ്ട, തൈരും കുടം പൊട്ടി. ഇതാണ് അന്ന് ഉണ്ടായത്. അവിടെ പണക്കാരി അവലും കഴിഞ്ഞു, പണം കൊടുക്കാതെയും ഒക്കെ കഴിഞ്ഞു, ഒരൊറ്റ ആട്ടം. അപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ഇത് മനക്കോട്ടയായിരുന്നു എന്ന്. അപ്പം മനക്കോട്ടയൊന്നും ഇവിടെ ആവശ്യമില്ല. സ്വച്ഛ പ്രകൃതിത സ്നിഗ്ധ, വളരെ സ്നിഗ്ധ സ്വഭാവം. എന്താ ഈ സ്നിഗ്ധത? ഒരു സ്ഥലത്തും നിങ്ങൾ വാശി പിടിക്കരുത്. അതോ ഞാനത് ചെയ്യില്ല അല്ലെങ്കിൽ ചെയ്യും. 4 ആൾ കൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവർക്കും ഏകാഭിപ്രായം ഉണ്ടായി എന്ന് വരില്ല. ഇപ്പം ഞങ്ങൾ ഈ സത്രം നടത്തുന്നു. ഈ സത്രം നടത്താൻ പലരുടെയും ഏകോപിതമായ സമീപനമൊക്കെ വേണം. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നത് പെട്ടെന്നാവും, ആലോചിക്കാൻ സമയം കിട്ടിയില്ല എന്ന് വരും. എന്താടോ താൻ അങ്ങനെ ചെയ്തേ? അവിടെ അഭിമാനമൊന്നും നമ്മളെ ഇളക്കി മറിക്കണ്ട. കാര്യങ്ങൾ നടക്കണം, പരമാവധി നോക്കുക. അപ്പോൾ എന്ത് സംരംഭം നടത്തണമെങ്കിലും ആ കമ്മിറ്റിമാരോ നടത്തിപ്പുകാരോ തമ്മിൽ പരസ്പരം ഒരു സ്നേഹം വേണം. ആ സ്നേഹവായ്പയുണ്ടെങ്കിലേ അവിടെ നടക്കുള്ളൂ. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ യുവർ മൈൻഡ് ഷുഡ് ബി ഫ്ലെക്സിബിൾ എന്നർത്ഥം. വാസ്തവത്തിൽ നമ്മളൊക്കെ റിജിഡാണ്. ആ റിജിഡിറ്റി പോയി ഫ്ലെക്സിബിളായി തീരണം. ഏതുപോലെ? ഒരു പാത്രം വെള്ളം എടുത്തു, ഇതാ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചാൽ ആ വെള്ളത്തിന് ഈ ഷേപ്പായി. കിണ്ടിയിലൊഴിച്ചാൽ മുരലും നിറഞ്ഞു നിൽക്കും. അത് ഇക്കാലത്ത് പലതരത്തിലുള്ള പാത്രമാണല്ലോ ഇങ്ങനെ. ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെ തരണത് ഏറ്റവും വണ്ണം കുറഞ്ഞ് പൊക്കം കൂടിയതാണ്. കണ്ടാൽ അധികം ഉണ്ടെന്ന് തോന്നും. ഉള്ളതോ 150 മില്ലിയാണ്. അതിന് ഇത്ര പൊക്കം ഉണ്ടാവും. അപ്പോൾ എന്ത് വേണമെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും തന്നെ ഷെയ്പ്പ് ചെയ്യാം എന്നുള്ള നിലയ്ക്ക് മനസ്സ് കുറേ സ്നിഗ്ധമായിട്ടിരിക്കട്ടെ. ഇപ്പോൾ ശ്രീകൃഷ്ണനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിനയശീലം വളരെ വിശേഷമാണ്. തേരാളിയായിരിക്കാൻ പറഞ്ഞപ്പോൾ തേരാളിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇരിക്കില്ല, ഞാൻ വലിയ യോഗ്യന എന്ന് പറഞ്ഞ് പിന്മാറിയില്ല. അങ്ങനെ എന്തു വേണമെങ്കിൽ ചെയ്യാൻ ആ സ്നിഗ്ധ സ്വഭാവം വേണം. മാധുര്യ തീർത്ഥഭൂനൃണാം, മനുഷ്യരോട് മധുരമായി സംസാരിക്കുക, മധുരമായി പെരുമാറുക. പിന്നെ വേറെ ഒന്നുണ്ട്, ഞാൻ അവിടെ പോവില്ല, ഇവിടെ പോവില്ല, അവിടെ പോയാൽ ശരിയല്ല, ഇവിടെ പോയാൽ ശരിയല്ല. എടോ താൻ ശരിയാണോ? അതെ, താൻ പോകുന്നിടത്തൊക്കെ ശരിയാണ്. അവിടെ പോയാൽ ശരിയല്ല എന്ന് എന്തിനും പറയണു? സൂര്യൻ എങ്ങനെയെങ്കിലും പറയുന്നുണ്ടോ ഞാൻ ഇന്ന സ്ഥലത്ത് പോവില്ല? എവിടെ ആയാലും പോവും, പോയയിടത്തൊക്കെ വെളിച്ച. അതുമാതിരി രാമൻ പോയയിടത്തൊക്കെ അയോധ്യ എന്ന് പറഞ്ഞ മാതിരി നിങ്ങളെപ്പോഴും പവിത്രന്മാരായിരിക്കണം. പവിത്രന്മാർ, ശുദ്ധി വരുത്തുന്നവരും ശുദ്ധന്മാരുമാകണം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് തീർത്ഥഭൂ നൃണാം, നിങ്ങളുടെ അടുത്ത് വരുന്നവരെയൊക്കെ ശുദ്ധമാക്കുന്ന തരത്തിലായിരിക്കണം നിങ്ങളുടെ സമീപനം. ഒരിക്കലും പറയരുത് അയാളുടെ പാപം എന്നെ പിടിപെട്ടു എന്ന്. മറിച്ച് പറയണം എൻ്റെ പുണ്യം അയാളിലേക്ക് ഒഴുകി എന്ന് പറയണം. മനസ്സിലായില്ല? ഞങ്ങൾ കുറേ കൊല്ലം മുമ്പ് വ്യാസതപോവനത്തിൽ ദക്ഷിണാമൂർത്തി ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാനായി അതിനുശേഷം ഒരു മൃത്യുഞ്ജയ ഹോമം അവിടെ നടത്തുന്നുണ്ടായി. അപ്പം നടത്തുന്ന സമയത്ത് അവിടെ കുറേ ആഢ്യന്മാരൊക്കെ ഉണ്ട്. അപ്പം അവരോട് ഞാൻ പറഞ്ഞു, നമ്മൾ വലിയ ഒരു യാഗം നടത്തുന്നുണ്ട്, അതിലെല്ലാവരും വരണം എന്നാണ് നമ്മുടെ വിചാരം. അപ്പോൾ പല തട്ടുകളിലും പല ജാതിയിലും പലതിലും പെട്ടവരൊക്കെ വരും. നിങ്ങളെല്ലാവരും കൂടി അവരശുദ്ധി ഇവരശുദ്ധി എന്നൊന്നും പറയരുത്. ചിലപ്പോൾ കുളിക്കുന്നവർ വരാം, കുളിക്കാത്തവർ വരാം, പലതരത്തിലാണ്. അതുകൊണ്ട് ഒരു കാര്യം വേണം, നമ്മുടെ ഈ യാഗശാല ഒരിക്കലും അപവിത്രമാവില്ല. നേരെ മറിച്ച് ഇവിടെ വരുന്നവരൊക്കെ ഈ യാഗശാലയാൽ പവിത്രമാവുക ചെയ്യുക. മനസ്സിലായോ നിങ്ങൾക്ക്? 2 സമീപനം. സമുദ്രജലം പുഴ ഒഴുകി വന്നതുകൊണ്ട് കേടുവന്നു എന്നുള്ളൊരു വാദം. പിന്നെയൊന്നോ, എങ്ങനത്തെ പുഴ ഒഴുകി വന്നാലും സമുദ്രം അതിനെ ശുദ്ധമാക്കി തൻ്റെ നിലനിർത്തിക്കൊള്ളുന്നു. അപ്പം നിങ്ങൾ പുഴയാകാൻ പോകുന്നുവോ അതോ സമുദ്രമാകാൻ പോകുന്നുവോ ചോദിച്ചു ഞാൻ. അങ്ങനെ സമുദ്ര സമീപനത്തോടു കൂടിയിരിക്കണം. അപ്പം ആര് വേണമെങ്കിലും ഇവിടെ വന്നോട്ടെ, നമ്മൾ പറയും വൃത്തിയോടും വെടുപ്പോടും കൂടി. മറ്റന്നാൾ വിഷ്ണു സഹസ്രനാമ സമൂഹ മഹായജ്ഞം ഇവിടെ നടക്കാൻ പോവുകയാണ്. ആ പോകുന്ന സമയത്ത് 1000-1000 ചില്ലാനം പേരാണ് അവിടെ ഇരിക്കുക. എല്ലാവരും ഇന്നെ പ്രകാരം വരണം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു കുറിപ്പുണ്ടാക്കി മുൻകൂട്ടി അറിയിപ്പിക്കുന്നുണ്ട്. അത് സത്യസന്ധതയോടുകൂടി അനുസരിക്കേണ്ട ചുമതല ഓരോരുത്തർക്കുമാണ്.
അവരത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോലീസുകാരുമായി കണ്ടുപിടിച്ച് കഴുത്ത് പിടിച്ച് പുറത്തേക്ക് തള്ളാൻ നിൽക്കുക അവിടെ ചെയ്യില്ല. അതിലിവിടെ ആര് വന്നാലും ഈ സത്രശാലയുടെ ഉള്ളിൽ വന്നാൽ അവർ ശുദ്ധമായി എന്നാണ്. ഇവിടെ എന്തെങ്കിലും സമർപ്പണങ്ങളോ ഉപഹാരങ്ങളോ ആര് വേണമെങ്കിൽ തരട്ടെ, തന്നു കഴിഞ്ഞാൽ ഉപഹാരം അങ്ങോട്ട് തന്നാൽ അത് ശുദ്ധമായി, തരുന്നവരും ശുദ്ധമായി. അങ്ങനെ ആക്രാമികമായിരിക്കുന്ന ഒരു പരിശുദ്ധിയും കൊണ്ട് വേണം നമുക്ക് ഈ ലോകത്തിൽ നടക്കാൻ. ഞങ്ങളൊക്കെ സന്യാസിമാരാ, പലതരത്തിലുള്ള ആൾക്കാരോടും പെരുമാറേണ്ടി വരും, പലരും വരും. എല്ലാവരും ഒരുപോലെ നന്നാവുന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളൊക്കെ സുരക്ഷിതരാ. രക്തബന്ധവും വിവാഹബന്ധവും മാത്രമേ നിങ്ങളുടെ കുടുംബത്തിൽ വരുള്ളൂ. ഞങ്ങളുടെ അകത്ത് എല്ലാവരും വരാം. ആരൊക്കെയാണ് വരികയെന്നറിയില്ല. ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ ചരിത്രമൊക്കെ ഒന്ന് കേൾക്കണം, അടുത്ത് വന്ന് കേൾക്കണം. ആരൊക്കെ വന്നു, എത്ര കാലം ഇരുന്നു എന്നൊക്കെ കേട്ടാൽ അറിയാം. അതിലുണ്ട് കങ്കേമന്മാരൊക്കെ ഉണ്ട്. അതിൽ ഇരിക്കണം തോന്നിയാൽ ഇരുന്നോളൂ, അത് കഴിഞ്ഞ് പൊക്കോളൂ എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള ഒരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്ന്. മാധുര്യ തീർത്ഥഭൂഹു നൃണാം, എല്ലാവരെയും പുനിതമാക്കുന്നതായ ഒരു മനസ്ഥിതി നിങ്ങൾക്കുണ്ടാവണം. അപ്പം പവിത്രത അത്രത്തോളം വേണമെന്ന്. മുനിഹി പുനാത്യ അപാമിത്രം, വെള്ളത്തിൻ്റെ ജലത്തിൻ്റെ മിത്രമായി എല്ലാവരെയും പരിശുദ്ധി വരുത്തുന്നു. ഒരു സാധനം വളരെ വൃത്തികേടാ, നിങ്ങൾ എന്താ ചെയ്യുക? കഴുകാനായിട്ട് വെള്ളം ഉപയോഗിക്കും. ആദ്യം ഒഴിച്ച് കഴുകുന്ന വെള്ളം കലങ്ങി കലങ്ങി വൃത്തികേടാവും. വെള്ളം പിന്നെ ഒഴിച്ച് കഴുകുമ്പോൾ അവസാനം അത് ശുദ്ധമാവും. അപ്പോൾ ആദ്യത്തെ വെള്ളം പറയുക, നിങ്ങൾ വൃത്തികേടുള്ള ആൾ, എന്നെ എന്തിനാ യൂസ് ചെയ്യണത്? വൃത്തികേട് എനിക്കാക്കണേന്ന് ചോദിക്കുമോ വെള്ളം? എന്താ നിങ്ങൾ മിണ്ടാത്തേ? അതുപോലെ നിങ്ങളുടെ മനസ്സും അതുപോലെ ആവണമെന്ന്. എന്നെ ഉപയോഗിച്ച് എത്ര വേണമെങ്കിലും വൃത്തിയായിക്കോട്ടെ. എന്നെ അയാൾ നോക്കിയത് നന്നായില്ല കേട്ടോ. എന്താ നന്നായില്ലെങ്കിൽ വേണ്ട, അതുകൊണ്ടല്ലേ നോക്കിയത്. അപ്പം അയാൾ നോക്കിയത് നന്നായില്ലെങ്കിലും ഞാൻ നന്നായിട്ട് അങ്ങോട്ട് നോക്കും, അപ്പം അയാൾ ശുദ്ധമാവും. അതാണ് ഞാൻ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞത്. ഡോണ്ട് ബി ലോ, ബി വെരി ഹൈ. എ ഹൈസോൾഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാ? ഈ ലോകത്തിനെ മുഴുവൻ പവിത്രമാക്കത്തക്ക വിധത്തിലുള്ള പവിത്രത നമ്മൾ സംഭരിച്ച് നടക്കണം. ബി എ മാസ്റ്റർ ഓഫ് ദ വേൾഡ്, നോട്ട് എ സ്ലേവ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലൊരു അടിമയായി കഴിയരുത്, ഒരു മാസ്റ്ററായിട്ട് കഴിയണം ഇവിടെ. അപ്പം അതിന് നിങ്ങൾ പവിത്രത സംഭരിക്കണം. ഇത് പണം കൊണ്ടുവരുന്നതോ പ്രതാപം കൊണ്ടുവരുന്നതോ പണം കൊണ്ടുവരുന്നതോ അല്ല. ഇത് ഉൾധനം കൊണ്ടുവരുന്നതാണ്. അതിനാണ് ഈ ജലത്തിനെ കണ്ട് ഞാൻ പഠിച്ചു എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മുനിയെ ആ ആളിങ്ങനെ ലോകത്തിൽ നടക്കുമ്പോൾ എല്ലാ സ്ഥലവും പവിത്രമാവുക, വരുന്നവരൊക്കെ പവിത്രമാവുകയാണ്. ഈ ക്ഷോഭസ്പർശ കീർത്തനൈ, വെള്ളത്തിൽ പോയി നാം സ്പർശിക്കുക, കുളിക്കുക. ചിലപ്പോൾ പ്രോക്ഷണം ചെയ്യും, ചിലപ്പോൾ കുളിക്കും. ആ കുളി രണ്ട് തരത്തിലുണ്ട്. അഴുക്ക് പോവാനുള്ള ഒരു കുളി, അഴുക്കൊക്കെ പോയതിന് ശേഷം ഒന്ന് മുങ്ങുക നല്ല ജലത്തിൽ, അത് വേറെ ഒരു കുളി. അങ്ങനെ ജലത്തിനെ കണ്ടാൽ മണ്ണിനെ കാണുന്നതിനേക്കാൾ ശുദ്ധി. പരന്ന് കിടക്കുന്ന ജലം, ഒരുപോലെയുള്ള ജലം. സമുദ്രക്കരയിൽ ചെന്ന് നിന്ന് ഒന്ന് നോക്കൂ നിങ്ങൾ. ഒരമണിക്കൂർ നേരം അവിടെ നോക്കിയാൽ മതി. രണ്ട് കണ്ണ്, ചെറിയ കണ്ണാണ് നോക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന മനസ്സുണ്ടല്ലോ, ആ മനസ്സ് ഈ കാണുന്ന വിസ്താരത്തെ മുഴുവനും ഒരു ഉൾപതിപ്പാക്കി തീർക്കുന്നു. ഞാൻ പറയുന്നത് പ്രേക്ഷകരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ചെറിയ രണ്ട് കണ്ണുകൊണ്ടാണ് ഇത്രയും വിശാലമായിരിക്കുന്ന സമുദ്രം നാം കാണുന്നത്. ആ കാണുന്നു എന്ന് പറയണമെങ്കിൽ ആ കാഴ്ച ഉള്ള അനുഭവമാവണം. ആ ഉള്ള അനുഭവമാവുമ്പോൾ ഈ വിശാലത മുഴുവൻ മനസ്സിലങ്ങോട്ട് പതിഞ്ഞു. അങ്ങനെ പതിയുമ്പോൾ നിങ്ങൾക്ക് വികാസം വരുന്നുണ്ടോ ഇല്ലയേ? അങ്ങനെ വികസിതരായി ജീവിക്കൂ. തുച്ഛാത്മാക്കളാകരുത്, അല്പാത്മാക്കളാകരുത്, പിശുക്കന്മാരാകരുത്. ഉദാരമതികളാകൂ. ഔദാര്യം അങ്കുരിക്കട്ടെ നിങ്ങളുടെ മനസ്സിൽ. വിശാലത മുളയ്ക്കട്ടെ. വിസ്താരം ഉത്പന്നമാകട്ടെ അവിടെ. ഇതിനൊക്കെയുള്ളതാണ് മനസ്സ്. വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കൂ, വിശാലമായ ദൃശ്യങ്ങൾ കാണൂ. ഒന്നുമില്ലെങ്കിൽ ആകാശപ്പരപ്പിനെ കാണൂ. അരമണിക്കൂർ നേരം ആകാശത്തിന് നോക്കിയിരിക്കൂ. ആ അരമണിക്കൂർ നേരം നിങ്ങളുടെ മനസ്സ് ആകാശം തന്നെയാകുന്നത്. ഈ ക്ഷോഭസ്പർശ കീർത്തനൈ, നാം പുഴയെയും നദിയെയും തീർത്ഥങ്ങളെയും സമുദ്രങ്ങളെയും ഒക്കെ സ്തുതിക്കുന്നുണ്ട്. അതുപോലെ ലോകത്തിലുള്ള സജ്ജനങ്ങൾ, മഹാത്മാക്കളുണ്ടോ, ആ മഹാത്മാക്കളെ സ്തുതിക്കുക ചെയ്യുക. ഇപ്പോൾ ശ്രീകൃഷ്ണൻ ഇവിടെ എന്താ ശ്രീകൃഷ്ണൻ ചെയ്യുന്നത്? അവധൂതനെ സ്തുതിക്കുകയല്ലേ ഇവിടെ ചെയ്യുന്നത്.
അവധൂതൻ യദുചക്രവർത്തിയോട് പറഞ്ഞു എന്ന് പറഞ്ഞ് കൃഷ്ണ പരമാത്മാവ് ആ ഗാനം ഉദ്ധവന് പാടി കേൾപ്പിക്കുകയാണ് ദ്വാരകയിലിരുന്ന്. ആ ദ്വാരകാധിപൻ പാടാൻ തക്ക വിധത്തിലുള്ള ഒരു സംവാദമായിരുന്നു അവധൂതനും യദുവും കൂടി നടന്നത് എന്ന് വരുമ്പോൾ ആ അവധൂത യദു സംവാദത്തിൻ്റെ മഹിമ, അതിൻ്റെ മാനം, അതിൻ്റെ മേന്മ, അതിൻ്റെ ഉത്തുംഗതയും ഔത്കൃഷ്ടവും ശ്രേഷ്ഠതയുമെല്ലാം എത്രയായി എന്നൊന്ന് ആലോചിക്കൂ. ആ പാട്ടാണ് ഭൂമാനന്ദ സ്വാമി നൈമിഷാരണ്യം സത്രശാലയിലിരുന്ന് ഉദ്ധവനെ പോലെയുള്ള ബഹുശതം ഉദ്ധവന്മാരോട് പാടുന്നത്. ഇതിലധികം ഒരു സ്തുതി ലോകത്തിലുണ്ടോ? നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ആ അവധൂത ഗീതയ്ക്ക് എന്തുമാത്രം വിലയായി കൃഷ്ണപരമാത്മാവിൻ്റെ മുഖത്തിലൂടെ, ഞങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ മുഖങ്ങളിലൂടെ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ആ ജലത്തിനെ വാഴ്ത്തുന്നത് പോലെ താൻ കണ്ണുകൊണ്ട് കാണുന്നു, താൻ തൊടുന്നു, തന്നെ തൊടാൻ അനുവദിക്കുന്നു. പലരും വന്ന് നമസ്കരിക്കും, പാദസ്പർശം ചെയ്യും. ചിലരൊക്കെ അയ്യോ വളരെ നന്ന്, അങ്ങേപ്പോലെയുള്ള സജ്ജനങ്ങളില്ലല്ലോ, വളരെ നന്നായി. യദുചക്രവർത്തി എന്തു പറഞ്ഞ് സ്തുതിച്ച സംസാരിക്കാൻ തുടങ്ങിയത്? ഇങ്ങനെയാണ് ഞാൻ ലോകത്തിലുള്ളവരെ എല്ലാവരെയും ശുദ്ധമാക്കി തീർക്കുന്നത്. ഈ ശുദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ജലത്തിനെ പോലെ ഞാൻ പവിത്രനായി നടക്കണു എന്നാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ സജ്ജനങ്ങൾക്ക് വളരെ അധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള രംഗങ്ങളാണ്. 2 ശ്ലോകം ഞാൻ പറയാം. ഇത് ഒന്നിലധികം സ്ഥലത്ത് ശ്രീമദ് ഭാഗവതം തന്നെ പാടുന്ന പാട്ടാണ്. നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാ തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവ. ശ്രീകൃഷ്ണൻ പറയാണ്, ശ്രീകൃഷ്ണനും ബലരാമനുമൊക്കെ പോയിരിക്കുന്നു പ്രഭാസതീർത്ഥത്തിൽ നിന്ന് കേട്ട് എല്ലാവരും ബ്രാഹ്മണരും സജ്ജനങ്ങളും മഹർഷിമാരും തപസ്വികളും വന്നു. ആ തപസ്വികൾ വന്നപ്പോൾ അവർ വന്ന് ശ്രീകൃഷ്ണനെ സ്തുതിച്ചു. ആ സ്തുതി കേട്ടതിന് ശേഷം കൃഷ്ണപരമാത്മാവ് അങ്ങോട്ട് അവരെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കുന്ന രംഗമാണ് ഞാനിവിടെ പറയുന്നത്. ഇതേ ശ്ലോകങ്ങൾ വേറെ സ്ഥലത്തും ഉണ്ട്. നഹ്യമ്മയാനി തീർത്ഥാനി. ഞാൻ ചൊല്ലിത്തന്നാ നിങ്ങൾ ചൊല്ലുവോ? നഹ്യമ്മയാനി തീർത്ഥാനി നഹ്യമ്മയാനി തീർത്ഥാനി. ഈ അമ്മയാനി എന്ന് കേൾക്കുമ്പോൾ മലയാളമാണോ എന്ന് തോന്നുന്നുണ്ട് ഇല്ലേ? അപ്പുമയാനി സന്ധ്യയാണ് അവിടെ. അപ്പുമയാനി അമ്മയാനി പാഭ ബാഭ മാ. അപ്പം അപ്പ് മയം അമ്മയമായി. കേട്ടുവോ? നഹ്യമ്മയാനി തീർത്ഥാനി. ഈ തീർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മെ ശുദ്ധമാക്കുന്നത്. അപ്പം നമ്മെ ശുദ്ധമാക്കാനായി തീർത്ഥം എന്ന് നമ്മൾ പറഞ്ഞ് തേടുന്ന സ്ഥലം ഏതെങ്കിലും ഒരു പുഴയോ നദിയോ തടാകമോ അങ്ങനെയൊക്കെ ആവാറാണ് പതിവ്. എന്നാൽ കൃഷ്ണൻ പറയാണ്, ഈ മഹാത്മാക്കളെ നോക്കി അവർ സ്തുതിച്ചുല്ലോ, അതിന് പ്രതിസ്തുതിയായി അദ്ദേഹം പറയാണ് നഹ്യമ്മയാനി തീർത്ഥാനി. വാസ്തവത്തിൽ ജലം കൊണ്ടുള്ളതായ തീർത്ഥങ്ങളല്ല, അവ ശുദ്ധീകരിക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ. 2-ാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇവിടെ ധർമ്മം പ്രതിപാദിക്കുന്ന സമയത്ത് ഒരു ലജ്ജയുമില്ലാതെ തൊലി ഉരിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. തൊലി ഉരിച്ച് പറയാണ്. എന്ത്? നിങ്ങളെല്ലാം കരുതിക്കൊണ്ടിരിക്കുന്ന തീർത്ഥസ്ഥാനങ്ങൾ തീർത്ഥങ്ങളല്ല, ജലം കൊണ്ടുണ്ടായതാണല്ലോ ഇത് മുഴുവനും. ആ ജലമയങ്ങളല്ല വാസ്തവത്തിൽ തീർത്ഥങ്ങൾ. മതിയോ? പോരാ. ന ദേവാമൃച്ഛിലാമയാ. മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ളതായ വിഗ്രഹങ്ങൾ ദേവന്മാരുമല്ല. കേൾക്കുന്നുണ്ടോ? ന ദേവാമൃച്ഛിലാമയാ നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാ. എന്താ കാരണം? വെറുതെ പറയല്ല, പറയുന്നത് യുക്തിസഹമായിട്ടാ. തേ പുനന്ത്യുരുകാലേന. ഏതെങ്കിലും ഒരു ദേവനാണെന്നിരിക്കട്ടെ. എന്ത്? ദേവനാണെങ്കിൽ ഒരിക്കൽ പോയി കണ്ടു, ദർശിച്ചു. ദേവാ, ഞാൻ അങ്ങയുടെ മുൻപിൽ വന്ന് നിൽക്കുന്നു. അങ്ങ് സർവശക്തനാണ്, സർവജ്ഞനാണ്, സർവവ്യാപിയാണ്. ഞാനോ മഹാഭാവി നമ്പർ 1. അതുകൊണ്ട് ഞാൻ മഹാഭാവിയാണെങ്കിലും അങ്ങ് എല്ലാവിധത്തിലും ഈ പാപത്തെ തുടച്ചു മാറ്റാൻ ശക്തിയുള്ളവനാണ്. അതുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നു.
എന്നെ ഉടനടി ശുദ്ധമാക്കണേ. ഉടനെ ശുദ്ധമാവണോ വേണ്ടയോ? എന്താ മിണ്ടാത്തെ? കണക്കും അറിയില്ലേ നിങ്ങൾക്ക്? ഞാൻ നമസ്കരിച്ചതും തൊഴുതതും പ്രാർത്ഥിച്ചതും വാസ്തവത്തിൽ ആ വിഗ്രഹം ഈശ്വരനാണെങ്കിൽ ഞാൻ അങ്ങോട്ട് സറണ്ടർ ചെയ്ത് കീഴടങ്ങി മഹാഭാവിയായിരിക്കുന്ന ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചപ്പോൾ സർവശക്തനായിരിക്കുന്ന അങ്ങയുടെ സൃഷ്ടിയാണ് വാസ്തവത്തിൽ ഞാൻ. ഉടനടി എന്നെ ഒരു നോക്ക് കണ്ട് കടാക്ഷിച്ച് പവിത്രനാക്കി തീർക്കണ്ടേ? നടക്കുന്നുണ്ടോ? അപ്പം എവിടെയാ കുറവ്? ന ദേവാമൃച്ഛിലാമയാ. മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള വിഗ്രഹങ്ങൾ ആരും ഉണ്ടാക്കിയതാ? നമ്മൾ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ആരാ പറയണത് അത് ദൈവമാണെന്ന്? നമ്മളാ പറയണത്. അതിനെ ദൈവമാക്കി തീർക്കാൻ എന്ത് ചെയ്തു? നമ്മൾ തന്നെയാണ്. താന്ത്രികവും മാന്ത്രികവുമായിരിക്കുന്ന കർമ്മങ്ങളും മന്ത്രങ്ങളുമെല്ലാം ചെയ്ത് അതിൽ അഭിഷേകം ചെയ്തു. അതിൽ ദ്രവ്യാധിവാസം, ജലാധിവാസം, തത്വകലശ പൂജ ഇതൊക്കെ ആരാ നടത്തിയത്? ഈ മഹാഭാവി എന്ന് പറയുന്ന ആൾ തന്നെയാണല്ലോ നടത്തിയിരിക്കുന്നത്. അത് നടത്തിയിട്ട് അതുകൊണ്ടുണ്ടായ ശുദ്ധിയാണ് ആ കല്ലിനെ ദൈവം എന്ന് പറഞ്ഞ് ദൈവത്വം അവരോധിച്ച് ദാ തൊഴുതോളൂ നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ദൈവത്തെ ഉണ്ടാക്കിയതാരാ? നമ്മുടെ മനസ്സ്. തേ പുനന്തി ഉരുകാലേന. വളരെ കാലം ഇപ്പം കാശിയിലോ രാമേശ്വരത്തിലോ ചെന്ന് താമസിച്ച് ദീർഘകാലം അവിടെ തപസ് ചെയ്താൽ അവിടെ തപസ് ചെയ്യണത് ആരാ? രാമേശ്വരോ അതോ നിങ്ങളോ? അപ്പം നമ്മൾ ദീർഘകാലം തപസ് ചെയ്തത് കൊണ്ട് നമുക്ക് കുറച്ചൊരു ശുദ്ധി അനുഭവപ്പെടും. അപ്പുറത്തുനിന്ന് ഒന്നും വരുന്നില്ല. ഏതെന്ന്? വിഗ്രഹത്തിൽ നിന്നോ കല്ലിൽ നിന്നോ വെള്ളത്തിൽ നിന്നോ ഒരു പൊട്ട് പോലും ഇല്ല. നിങ്ങളൊരു ദേവരുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് അത് കാണുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒക്കെ ഇടിവെട്ട് കൊണ്ടതുപോലെ ആയിണ്ടാവും നിങ്ങളല്ലേ? ശാസ്ത്രാണ് ഭൂമാനന്ദ സ്വാമിജി പറയുന്നത്. ശാസ്ത്രം കാര്യങ്ങളെ ഗുണദോഷ രൂപത്തിൽ ഉപദേശിക്കുന്നതാണ് ശാസ്ത്രം. ആ ശാസ്ത്രവാക്യങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അത് വിവരിക്കാൻ ഞങ്ങളെപ്പോലെയുള്ളവർ തന്നെ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. അവർക്ക് പല വിധത്തിലുള്ള സ്വാർത്ഥ വിഷമങ്ങളും അവിടെ ഉണ്ടാവും. നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാ തേ പുനന്തി ഉരുകാലേന. 40 കൊല്ലം ബനാറസിൽ ചെന്ന് താമസിച്ചു. എന്നിട്ടോ ഒരു 2 കിലോ പുണ്യം കിട്ടി. അത് ആരുടെ മെടുക്ക? 40 കൊല്ലം താമസിച്ച് ഞാൻ കഷ്ടപ്പെട്ടത് കൊണ്ട് കിട്ടിയതോ അതോ ഗംഗാനദി എനിക്ക് തന്നുവോ? അപ്പൊ പിന്നെ അവര് ദൈവമാണോ? നേരെ മറിച്ച് ദർശനാദേവ സാധവ. സാധുക്കൾ മഹാത്മാക്കളുണ്ടല്ലോ, അവരുടെ അടുത്ത് ചെന്നാൽ അവർ കടാക്ഷത്തോടുകൂടി നിങ്ങളെ ഒന്ന് കുളിർക്ക കാണും. നിങ്ങൾ പറയുന്നത് കേൾക്കും. നിങ്ങളൊരു ക്ഷേത്രത്തിൽ ചെന്ന് എത്ര വേണമെങ്കിലും പുലമ്പിക്കോളൂ, എൻ്റെ അമ്മേ എനിക്ക് ആരും ഇല്ലേ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞോളൂ. ഈ പറയണത് കേൾക്കാൻ അവിടെ 2 ചെവിയില്ല. ഇനി എങ്ങാനും ദൈവം കേട്ടു തുടങ്ങി കണ്ണനക്കി തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് തന്ത്രശാസ്ത്രപ്രകാരം ഒരു ദൂഷ്യാണ്. അതിന് കലശം നടത്തേണ്ടി വരും. നമ്മൾ നോക്കുന്ന സമയത്ത് ആ വിഗ്രഹത്തിന് എന്തെങ്കിലും ഇളക്കമോ നമ്മുടെ പ്രാർത്ഥന കേട്ടൊരു തലകുലുക്കലോ നടത്തിയാൽ അത് ബിംബത്തിന് കേടായിട്ടാണ് ശാസ്ത്രം പറയുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ നേരെ മറിച്ച് സജ്ജനങ്ങളുടെ മുൻപിൽ നിങ്ങൾ ചെന്നാൽ അവർ സ്വയം നിങ്ങളെ നോക്കുന്നുണ്ടല്ലോ. നിങ്ങൾ പറയുന്ന പ്രാർത്ഥന 2 ചെവിയും കൂടി കേൾക്കണില്ലേ? അതിലൊരു ഉരുക്കം സജ്ജനങ്ങളുടെ മനസ്സിനുണ്ടാവുന്നില്ലേ? അപ്പം ഏതാ മേലെ? സജ്ജന സമക്ഷം ചെല്ലുന്നതോ അതോ ഈ ജഡസമർത്ഥം ചെല്ലുന്നതോ? ഇതാണ് ഭാഗവതം. ഇതാണ്. അത് വേറെ ആരുമല്ല, കൃഷ്ണ പരമാത്മാവ് മഹാത്മാക്കളെ നോക്കി പറയുന്നതാണ് രംഗം. രംഗം നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാ തേ പുനന്തി ഉരുകാലേന ദർശനാദേവ സാധവ. ദർശനം കൊണ്ട് മാത്രം സാധുക്കൾ നിങ്ങളെ പവിത്രമാക്കി തീർക്കണു. അഹോ മഹാപാപം എന്ന് പറഞ്ഞു വരണു. എവിടെയാ ഈ മഹാപാപം? ഒറ്റ ആളിലും മഹാപാപമില്ല. മഹാപാപം എന്ന് പറയുന്നത് അവനവൻ്റെ ഭാവനയില. ശരീരം ചെയ്ത പ്രവൃത്തി കൊണ്ട് ശരീരത്തിന് ബാധയുണ്ടോ? നമ്മൾ കഷ്ണം മുറിച്ചപ്പോൾ കഷ്ണം മുറിക്കപ്പെട്ടു എന്നേ ഉള്ളൂ, കൈ മുറിക്കപ്പെട്ടു. അപ്പം എവിടെയാ ഈ പാപം എന്നുള്ളൊരു തോന്നൽ? നമ്മുടെ മനസ്സിലാണ്. വാസ്തവത്തിൽ മനസ്സിൻ്റെ ഉള്ളിലൊരു അന്തരാത്മാവുണ്ട്. അവിടെ പാപവുമില്ല, അവിടെ പുണ്യവുമില്ല. ഇത് സജ്ജനത്തിന് നല്ല പോലെ അറിയാം. അതുകൊണ്ടാണ് കടാക്ഷത്തോടു കൂടി നോക്കി പറയുന്നത്. എൻ്റെ അടുത്ത് ഒരാൾ വന്നു, ആശ്രമത്തിൽ, മഹാരാഷ്ട്രയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ.
ആരോ ഒരാൾ പറഞ്ഞിട്ടാണ് സ്വാമിജിയെ കാണാൻ വന്നത്. എന്താ വിഷയം? എനിക്ക് സ്വാമിജിയോടൊന്ന് സംസാരിക്കാനുണ്ട്. എന്താ സംസാരിക്കാനുള്ളത്? സ്വാമിജി, ഞാൻ കഴിഞ്ഞ കുറച്ച് 2-3 കൊല്ലങ്ങളായി ഏറ്റവും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികളൊക്കെ ചെയ്തു. എന്തൊക്കെയാണ് ചെയ്തത്? എങ്ങനെയാ സ്വാമിജി അത് പറയുക? ഞാൻ കൊന്നിട്ടില്ല മനുഷ്യരെ, അതുവരെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓ, അതിനിപ്പോൾ എന്താ വേണ്ടേ? എനിക്കൊരു നേരെയാവാൻ പറ്റുമോ? ഓ, നിശ്ചയമായിട്ടും നേരെയാവാൻ പറ്റും. പക്ഷേ ചെയ്ത പ്രവൃത്തി ഇനി രണ്ടാമത് ചെയ്യരുത്. ചെയ്ത പ്രവൃത്തി ഇനി രണ്ടാമത് ചെയ്യരുത്. ചെയ്തിടത്തോളമുള്ള പാപം ഞാൻ ഏറ്റെടുത്തോളാം. എൻ്റെ കാലിൻ്റെ അടിയിലിട്ടൊരു പൊക്കോളൂ, ഞാനത് മുഴുവൻ എടുത്തോളാം. പക്ഷേ ഇനി രണ്ടാമത് ചെയ്യരുത്. ഇനി നേരെയാവാനായിട്ട് എന്തു വേണം എന്ന് ചോദിച്ചാൽ, ലോകത്തിലെല്ലാവർക്കും ഉണ്ട് ഒരു മോചനം. ആ മോചനത്തിന് ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം, ഒരു ഭാവന. അത് ഭദ്രമായി സൂക്ഷിച്ചോളൂ. നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു ബ്രഹ്മചാരിയായി കഴിഞ്ഞുകൂടൂ. ഒരൊറ്റ ആളോടും ഒന്നും ചോദിക്കരുത്. ജീവിതത്തിന് വേണ്ടതൊക്കെ തന്നെ വന്നുകൊള്ളും എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എന്തായിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പം അത് പറയുന്നുണ്ട് ഞാൻ. എന്ത്? എത്ര പാപം ചെയ്താലും ആ പാപത്തിനൊരു പരിഹാരമുണ്ടെന്ന്. ഇത് ഏതെങ്കിലും ഒരു കല്ലോ ഒരു വിഗ്രഹമോ ഒരു പത്മോ നിങ്ങളോട് പറയുമോ? എവിടെ പോയി കാര്യം? തേ പുനന്തി ഉരുകാലേന ദർശനാദേവ സാധവ. കൃഷ്ണന് തൃപ്തിയായില്ല, കൂട്ടിച്ചേർക്കാണ്. ന അഗ്നിർന സൂര്യോ ന ചന്ദ്രതാരകം ന ഭൂർജലം ഖം ശ്വസനോധ വാങ്മനഃ ഉപാസിത ഭേദകൃതോ ഹരന്ത്യഖം വിപശ്ചിതോ ഘ്നന്തി മുഹൂർത്ത സേവയാ. എന്ത് പറയുന്നുണ്ടെങ്കിലും അതിനെ യുക്തിസഹമായി സമർത്ഥിച്ചുകൊണ്ടാണ് പറയുന്നത്. നാഗ്നിർന സൂര്യോ ന ചന്ദ്രതാരകം ന ഭൂർജലം ഖം ശ്വസനോധ വാങ്മനഃ. നമ്മൾ ഉപാസിക്കാനായി ഇന്നത്തെ കാലത്താണ് വിഗ്രഹങ്ങളും പടങ്ങളും ഒക്കെ. ആദ്യകാലം മുതൽക്ക് പഞ്ചഭൂതങ്ങളെയൊക്കെയാണ് ഉപാസിച്ചു കൊണ്ടിരുന്നത്. അഗ്നിയെ, നാഗ്നി സൂര്യനെ, ന ചന്ദ്രതാരകം ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, ന ഭൂഹു ഭൂമി, ജലം, ന ഭൂർജലം ഖം ആകാശത്തെ, ശ്വസനോധ വാങ്മനഃ ശ്വാസം വായു, വാങ്മനഃ വാഗ്ദേവത മനോദേവത. ഇങ്ങനെ പലതരത്തിലുള്ള ദേവതകളെയാണ് വേദങ്ങളിൽ ഉപാസന നടത്തിക്കൊണ്ടിരുന്ന മന്ത്രതന്ത്രങ്ങളിലൂടെ. അതിൽ പറയാണ്, ഇങ്ങനെ അഗ്നിയായാലും സൂര്യനായാലും ചന്ദ്രനായാലും താരകമായാലും ഭൂമിയായാലും വെള്ളമായാലും ആകാശമായാലും വായു ആയാലും വാഗ്ദേവതയായാലും മനോദേവതയായാലും ഒരൊറ്റ എണ്ണം ഉപാസിത ഭേദകൃതോ നഹരന്ത്യഘം. ഇവയെ എത്ര നിങ്ങൾ ഉപാസിച്ചാലും നിങ്ങളുടെ പാപം അവ അപഹരിക്കുന്നില്ല. കേൾക്കണുണ്ടോ? ഞാൻ കുറേ ചെവി നിങ്ങൾക്ക് കടം തരണോ? ഉപാസിത ഭേദകൃതോ നഹരന്ത്യഘം. ഈ ഉപാസിക്കുന്നവൻ്റെ പാപത്തെ അവ അപഹരിക്കുന്നില്ല. എന്താ കാരണം? ഭേദകൃത. ഇത് മനസ്സിലാക്കാൻ വിവേകം വേണം. പല ദേവതകളെ ഉപാസിക്കുമ്പോൾ ആ ദേവതകൾ ഒന്നിനു മീതെ വേറെ ഒന്ന്, ഒന്നിന് താഴെ വേറെ ഒന്ന് എന്നിങ്ങനെ പലതുമുണ്ട് എന്ന് വിചാരിച്ചിട്ടല്ലേ ഉപാസിക്കുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഉപാസിക്കുന്നവരിൽ വ്യത്യാസ ബുദ്ധി സൃഷ്ടിച്ചുകൊണ്ടാണ് അവ നിലനിൽക്കുന്നത്. ചന്ദ്രനെ ഉപാസിക്കണു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചന്ദ്രനൊന്ന് വേറെ, സൂര്യനൊന്ന് വേറെ, നക്ഷത്രമൊന്ന് വേറെ, ഭൂമി ഒന്ന് വേറെ, വായു ഒന്ന് വേറെ, ഇങ്ങനെ പലതുമായില്ലേ? ഈ പലതുണ്ടോ ഈശ്വരൻ, അതോ ഒന്നോ? അപ്പോൾ ഒന്ന് എന്നുള്ള സങ്കല്പത്തിന് വിരോധമല്ലേ ഇത്തരത്തിലുള്ള ഭേദബുദ്ധിയും വിവിധ ദേവതകളെ ഉപാസിക്കുന്നതും? അപ്പം നിങ്ങൾ 33 കോടി ദേവകളുണ്ട് എന്ന് പറയുന്നു. എല്ലാം ഉപാസിച്ചിട്ട് 2 എണ്ണം ബാക്കി വന്നാലോ കണ്ണുരുട്ടി മൊഴിച്ച് നിങ്ങളെ ഒക്കെ തകരാറിലാക്കില്ലേ? എന്താ അതിന് മറുപടി പറയാനല്ലേ? വല്ലതും ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? അപ്പോൾ ഒരിക്കലും ഇത് ശരിയാവില്ല എന്ന്. ഭേദബുദ്ധി ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഉപാസന നിലനിൽക്കുന്നത്. ഉപാസിത ഭേദകൃതോ നഹരന്ത്യഘം. അതേ സമയത്ത് വിപശ്ചിതോ ഘ്നന്തി മുഹൂർത്ത സേവയാ. ഒരു തത്വജ്ഞാനിയെ സമീപിച്ച്, ഒരു മഹർഷിയെ സമീപിച്ച്, ഒരു ആത്മജ്ഞാനിയെ യോഗയുക്തനെ സമീപിച്ച് ആ ആളെ സമീപിച്ചു കഴിഞ്ഞാൽ ഒരു മുഹൂർത്തം മാത്രം മതി അദ്ദേഹത്തിന് പറയാൻ. എല്ലാം കൂടിയിട്ടൊരൊറ്റ ചൈതന്യമേ ഉള്ളൂ. അതാണ് താൻ, അതാണ് നമ്മുടെ മനസ്സ്, അതാണ് നമ്മുടെ ബുദ്ധി, അതാണ് ഉറക്കം, അതാണ് ഉണർവ്, അതാണ് സ്വപ്നം. ആ സത്യം അദ്ദേഹം ഒരു സെക്കൻഡ് കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പം അദ്ദേഹമാണോ ശുദ്ധീകരിക്കുന്നത് നിങ്ങളെ,
അതോ ഭേദബുദ്ധി രചിക്കുന്നതായ ദേവതകളോ? എത്ര വിശേഷമായിട്ടാ ശ്രീമദ് ഭാഗവതം ഉപദേശിക്കുന്നത്. ഉപനിഷത്ത് തത്വങ്ങളാണിതൊക്കെ. നാഗ്നിർന സൂര്യോ ന ചന്ദ്രതാരകം ന ഭൂർജലം ഖം ശ്വസനോധ വാങ്മനഃ ഉപാസിത ഭേദകൃതോ ഹരന്ത്യഘം വിപശ്ചിതോ ഗ്രന്ഥി മുഹൂർത്ത സേവയാ. ഈ സജ്ജനങ്ങളുടെ അടുത്ത് പോയി അവരോട് സംഘം പുലർത്തുക എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ കൂടെ കഴിയുക, അവരെ കാണുന്നത് ഇഷ്ടാവുക, അവർക്ക് എന്തെങ്കിലും ഉപഹാരങ്ങൾ വേണമെങ്കിൽ കൊടുക്കുക, അവർ പറയുന്നത് കേൾക്കുക. യദുചക്രവർത്തി അവധൂതനെ വിളിച്ച് അഭിസംബോധന ചെയ്ത് സംസാരിപ്പിക്കുന്നുണ്ടല്ലോ. ഇതിനു മുമ്പ് നിമി നവയോഗികളോട് സംസാരിച്ചു, കൃഷ്ണനെ കൊണ്ട് അർജുനൻ സംസാരിപ്പിച്ചു. അങ്ങനെ 4 വാക്ക് പറയുന്നത് കേൾക്കട്ടെ എന്ന് പറഞ്ഞ് അടുത്ത് ചെല്ലുന്നുണ്ടല്ലോ. ഇതിനാണ് സത്സംഗം, സജ്ജന സംഘം എന്ന് പറയുന്നത്. ആ സജ്ജന സംഘം തന്നെ വലിയൊരു തീർത്ഥമാണ്. വസിഷ്ഠർ പറയുകയാണ് യോഗവാസിഷ്ഠത്തിൽ ശ്രീരാമനോട്, യസ്നാദശീതസിതയാ സാധു സംഗമ ഗംഗയാ കിം തസ്യ ദാനൈഹി കിം തീർത്ഥൈഹി കിം തപോഭിഹി കിം അധ്വരൈഹി. നിങ്ങൾക്ക് ഈ ശ്ലോകമൊക്കെ പിടിക്കുന്നുണ്ടോ? ഞാൻ ഈ ശ്ലോകം ഇല്ലാതെയാ സംസാരിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിടിക്കുമോ? മറുപടി ഇല്ല അല്ലേ? യസ്നാ സ്വാമിജി എങ്ങനെ സംസാരിച്ചാലും പിടിക്കണം. പക്ഷേ സ്വാമിജിക്ക് ശ്ലോകം പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതാണ് ഇഷ്ടം. യസ്നാദശീതസിതയാ സാധു സംഗമ ഗംഗയാ. യസ്നാത ആരാണോ ചെന്ന് കുളിക്കുന്നത്, എവിടെ? ശീതസിതയാ വളരെ മധുരവും ശാന്തശീതളവുമായിരിക്കുന്ന സാധുസംഗമ ഗംഗ. സജ്ജനങ്ങളുടെ സാന്നിധ്യത്തിൽ ചെന്ന് അവർ പറയുന്നത് കേട്ടുകൊണ്ട്, അവർ പറയുന്ന വാക്ക് എന്താ? ആകാശഗംഗയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൽ വിലപ്പിടിച്ച വാക്കുകളാണ്. ആകാശഗംഗ. നിങ്ങൾ തേടി നടക്കുന്നത് ഭൂമിയിലുള്ള ജലഗംഗയാണ് തേടി നടക്കുന്നത്. അത് ശരീരത്തിൽ മാത്രമേ ഒഴിക്കാനും കുളിക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് മനസ്സിൽ കുളിക്കാൻ പറ്റില്ല. ഗംഗാജലമെടുത്ത് മൂക്കിൻ്റെ ഉള്ളിൽ കൂടിയോ തൊണ്ടയുടെ ഉള്ളിൽ കൂടിയോ അകത്തേക്ക് അങ്ങോട്ട് വിട്ടാൽ എന്തായിരിക്കും സ്ഥിതി? മരിച്ചു പോവും. അപ്പം അത് ദേഹത്തിലുള്ള ചളി കളയാനേ ഉപയോഗിക്കുള്ളൂ, പ്രയോജനപ്പെടുള്ളൂ. സാധു സംഗമഗംഗയാ. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം ആകാശത്തു കൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ കർണപുടങ്ങളിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് മസ്തിഷ്കത്തെയും ഹൃദയത്തെയും എല്ലാ ധമനികളെയും പരിശുദ്ധമാക്കി തീർക്കുന്നു. അതാണ് അതിന് ആകാശഗംഗ എന്ന് പേര് ശബ്ദത്തിന്. അപ്പം സജ്ജനങ്ങളുടെ അടുത്ത് പോയി അവരുടെ വാക്കുകളും വാണികളും കേട്ട് അവരുടെ അവതരണങ്ങളൊക്കെ കേട്ട് പരീക്ഷിത്ത് എന്താ ചെയ്യുന്നത്? ശുഗമുനിയുടെ മുഖത്തിൽ നിന്ന് നിർഗളിക്കുന്നതായ ആകാശഗംഗയിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം 6.5 ദിവസം. 7-ാം ദിവസം മുക്തനായി. അതുപോലെ സംഭവിക്കുന്നു. യസ്നാദശീതസിതയാ സാധുസംഗമ ഗംഗയാ. സാധുസംഗമ ഗംഗ കൊണ്ട് ആരാണോ കുളിക്കുന്നത് ആ ഗംഗയിൽ കിം തസ്യ ദാനൈഹി കിം തീർത്ഥൈഹി കിം തപോഭിഹി കിം അധ്വരൈഹി. ആ ആൾക്ക് പിന്നെ ദാനം വലിയ ഒരു കർമ്മമാണ്. ആ ദാനം കൊണ്ട് എന്ത് പ്രയോജനം? തീർത്ഥസ്ഥാനങ്ങളിൽ ചെന്ന് കുളിച്ചിട്ട് എന്താണ് പ്രയോജനം? കഠിന തപസ് ചെയ്തിട്ട് എന്ത് വേണം? കിം അധ്വരൈഹി. യാഗയജ്ഞങ്ങൾ തേടി നടക്കണോ? ഒന്നും വേണ്ട. ഈ സാധുസംഗമ ഗംഗ എന്ന് പറയുന്ന ഗംഗയിൽ ചെന്ന് വേണ്ടതുപോലെ കുളിച്ചു കൂടിയാൽ മതി. യസ്നാദശീതസിതയാ സാധുസംഗമ ഗംഗയാ കിം തസ്യ ദാനൈഹി കിം തീർത്ഥൈഹി കിം തപോഭിഹി കിം അധ്വരൈഹി. നൈഷാം മതിസ്താവതുരുക്രമാഘ്രിം സ്പൃശത്യനർത്ഥാപഗമോ യദർത്ഥഃ മഹീയസാം പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം ന വൃണീതയാവത്. ശ്രീമദ് ഭാഗവതത്തിൽ പ്രഹ്ലാദൻ അച്ഛനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതാണ് രംഗം. എൻ്റെ മോനെ, ഷണ്ടാമർക്കന്മാരിൽ നിന്ന് നീ പഠിച്ച ഉത്തമമായ പാഠം എന്താണെന്ന് ചോദിച്ചു. ആദ്യം അതിന് മറുപടി പറഞ്ഞു, രണ്ടാമതും പറഞ്ഞു. ആ പറഞ്ഞതൊന്നും ഹിരണ്യകശിപുവിന് രുചിക്കുന്ന കാര്യങ്ങളല്ല. കോപിഷ്ഠനായി. ദേഷ്യപ്പെട്ടപ്പോൾ ഷണ്ടാമർക്കന്മാരുടെ നേരെ കണ്ണുരുട്ടി മിഴിച്ചപ്പോൾ അവർ പറയാണ്, ഞങ്ങളെ കുറ്റം പറയരുതേ, ഈ കുട്ടിക്കിത് ഞങ്ങളാരും പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തതല്ല. ന മത്പ്രണീതം ന പരപ്രണീതം
ബാക്കിയുള്ളവരും പഠിപ്പിച്ചു കൊടുത്തതല്ല, ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ടുള്ളതാ. അപ്പം അച്ഛൻ മകൻ്റെ നേരെ നോക്കി പറയാണ്, ഇത് ആചാര്യന്മാരും പഠിപ്പിച്ചതല്ല, വല്ലവരും ഇടയിൽ ചാടിക്കേറി പഠിപ്പിച്ചതുമല്ലെങ്കിൽ നിനക്ക് എവിടുന്നാടാ കിട്ടിയത് ഈ ഹരിഭക്തി എന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞങ്ങനെ പറയുക, ഇത് ഗൃഹസ്ഥന്മാരുടെ ഉള്ളിൽ ജനിച്ചാലൊന്നും കിട്ടാൻ പോണില്ല, അവർക്ക് സ്വയമില്ല, തമ്മിൽ സംസാരിച്ചാലും കിട്ടില്ല. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നൈഷാമതിസ്താവതുരുക്രമാഗ്രിം സ്പൃശത്യനർത്ഥാപഗമോ യദർത്ഥ മഹീയസാം പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം ന വൃണീതയാവത്. ഈ ലോകത്തിൽ നിഷ്കിഞ്ചനന്മാർ ചിലരുണ്ട്. എന്ത്? നിഷ്കിഞ്ചനന്മാർ. ഒന്നിനോടും തൻ്റെ എന്നൊരു തോന്നലില്ലായ, വിരലിൻ്റെ തുമ്പോ നഖമോ ഒരു രോമകൂപമോ ഒന്നും തന്നെ തൻ്റെയല്ല. എൻ്റെ ശരീരം ഭൂമിയിലുള്ള അനവധി ജീവരാശികളിൽപ്പെട്ട ഒന്നാണ്. അമ്മ പ്രസവിച്ചു, പക്ഷെ അമ്മയും ഭൂസന്താനമാണ്. പഞ്ചഭൂതങ്ങൾ എങ്ങനെയോ അതുപോലെയാണ് ഭൂനിവാസികൾ. അപ്പോൾ ഭൂമിയിൽ ജനിച്ച ഞാൻ എൻ്റെയാണെന്ന് പറഞ്ഞുകൂടാ. ഭൂമി എൻ്റെ അല്ല. ഭൂവാസം കൊണ്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. എൻ്റെ കൈയടക്കം, കാലടക്കം, കണ്ണടക്കം, ചെവിയടക്കം, മനസ്സടക്കം, ബുദ്ധിയടക്കം, അഹങ്കാരമടക്കം ഒന്നും എൻ്റേതല്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിഷ്കിഞ്ചനന്മാരായിരിക്കുന്ന ചില തപസ്വികളുണ്ട്, തത്വജ്ഞാനികൾ. എങ്ങനെയാണോ നിങ്ങളെല്ലാവരും എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ, അതുപോലെ ഒന്നും ഞങ്ങളുടെ അല്ല, എൻ്റെ അല്ല എന്ന് വിചാരിക്കുന്ന നിഷ്കിഞ്ചനന്മാർ. കിഞ്ചനന്മാർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചിലതിനോട് തൻ്റെ എന്നൊരു വിചാരമുള്ളവർ. നിഷ്കിഞ്ചനന്മാർ എന്ന് പറഞ്ഞാൽ അതും കൂടി ഇല്ലാത്തവർ. കൃഷ്ണൻ പറയാണ്, നിഷ്കിഞ്ചനാവയം നൂനം നിഷ്കിഞ്ചന ജനപ്രിയാഃ തസ്മാത് പ്രായേണ നഹ്യാഢ്യ മാം ഭജന്തി സുമധ്യമേ. രുക്മിണിയോട് പറയുക, നീ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? ഞങ്ങൾ നിഷ്കിഞ്ചനന്മാരാണെന്ന് അറിയില്ലേ? ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരും നിഷ്കിഞ്ചനന്മാരാ. തപസ്വികൾ മാത്രമേ എന്നെ പോലെയുള്ളവരുടെ പാട്ട് പാടുള്ളൂ, ബാക്കിയുള്ളവർ പാടില്ല. പണക്കാരൊന്നും എന്നെ ഇഷ്ടപ്പെടില്ല, അവരൊക്കെ വലിയ ജീവിതമാണ്. നീ എന്തിനാ അബദ്ധം ചെയ്ത് എന്നെ കല്യാണം കഴിച്ചത് രുക്മിണി? ഇപ്പോഴെങ്കിലും ഒരു പുനഃപരിശോധന നടത്തി ശിശുപാലനെ തന്നെ വേൾക്കാനുള്ള നടപടി എടുത്തുകൂടെ എന്ന് വരെ ചോദിച്ചു കൃഷ്ണൻ. നിഷ്കിഞ്ചനാവയം നൂനം നിഷ്കിഞ്ചന ജനപ്രിയാഃ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പോൾ ഈ നിഷ്കിഞ്ചനന്മാരായി ലോകത്തിൽ നടക്കുന്ന ചിലരുണ്ട്, തത്വജ്ഞാനികൾ. ആ ആത്മജ്ഞാനം, ആ സിദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല, വീട്ടുകാരും ഇഷ്ടപ്പെടില്ല. അവർ തന്നെ പറയും, നിങ്ങളുടെ ദൃഷ്ടി ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ എന്നാ വീട്ടിൽ നിന്ന് പോവുക നല്ലത്. ഭാര്യ എത്രത്തോളം കാലം ഇഷ്ടപ്പെടും? ഈ ഭാര്യ എൻ്റെയാണ്, സ്വന്തം എന്ന് പറയുന്ന ഭർത്താവിനെ ഇഷ്ടപ്പെടുള്ളൂ, അല്ലാത്ത ഭാര്യ ഇഷ്ടപ്പെടില്ല അല്ലാത്ത ആളെ. അപ്പം അവരൊക്കെ പോകാൻ തന്നെത്താനെ പറഞ്ഞോളും. അപ്പം നിഷ്കിഞ്ചനന്മാരായിരിക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ള തത്വജ്ഞാനികൾ, പരമഭക്തന്മാർ, പരമഭാഗവതന്മാർ, അവരെ ചെന്ന് നമസ്കരിച്ച് ആ വാക്കുകൾ ശ്രദ്ധിച്ചോളൂ. മഹീയസാം, മഹാത്മാക്കളായിട്ടുള്ളവർ, പാദരജോഭിഷേകം. നിഷ്കിഞ്ചനന്മാരും മഹാത്മാക്കളുമായിട്ടുള്ളവരുടെ പാദങ്ങളിലുള്ള പൂമ്പൊടിയുണ്ടല്ലോ, അവിടെ ചെന്ന് നമസ്കരിച്ച് ആ പൂമ്പൊടി തലയിലേറ്റ് ശരീരം മുഴുവനും തല മുഴുവനും അതിനാൽ അഭിഷിക്തമായി എന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഭക്തി കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അങ്ങയുടെ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ല എനിക്ക് കിട്ടിയത്, നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മഹീയസാം പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം ന വൃണീതയാവത്. വൃണീത എന്നുള്ള വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്, വരിക്കുകയാണ്. നിങ്ങൾ സ്വയംവരം എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താ? അനവധി രാജകുമാരന്മാരും രാജാക്കന്മാരുമായിട്ടുള്ള നിറഞ്ഞ ഒരു സദസ്സിൽ ഒരു രാജകന്യക 2 സഖികളോടുകൂടി പോവാണ്. അവർ 2 പേരുടെ കയ്യിൽ മാലയുണ്ട്, ഭരണമാല ചാർത്താനായി. ആ രാജകന്യക ആ സദസ്സിലൂടെ ഓരോ ആൾ നടന്ന് കയറുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഓരോ രാജാവ് അല്ലെങ്കിൽ രാജകുമാരൻ്റെ മുൻപിലെത്തിയാൽ ആ സഖികൾ ആ രാജാവിൻ്റെയോ കുമാരൻ്റെയോ ഗുണഗണങ്ങളും കീർത്തികളും ഇങ്ങനെ പാടും. അപ്പം ഈ സഖി പറയുന്ന വാക്കുകളൊക്കെ ചെവി കേൾക്കും, കണ്ണുകൊണ്ട് ആ കുമാരനെ കാണുകയും ചെയ്യും. ഈ കേട്ടതും കണ്ടതും കൂടി യോജിച്ച് പൊരുത്തപ്പെട്ടു എന്ന് തോന്നിയാൽ നിറഞ്ഞ സദസ്സിലുള്ള ആ കുമാരൻ്റെ കഴുത്തിൽ അല്ലെങ്കിൽ രാജാവിൻ്റെ കഴുത്തിൽ വരണമാല്യം അങ്ങോട്ട് ചാർത്തും. ഇതാണല്ലോ സ്വയംവരം.
അനവധി പേരുണ്ട്. അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക. അതിൽ മിക്കവാറും ആദ്യം പറയുന്നവരെ തള്ളിക്കളഞ്ഞിട്ടാണ് സാധാരണ പല കന്യകമാരും പോവുക. അങ്ങനെ ഓരോരുത്തരെ താണ്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് മൗഢ്യമായി. കാളിദാസൻ ഇത് ചിത്രീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമയുണ്ട്. ഞാനിപ്പോൾ പറയണോ? സഞ്ചാരിണീ ദീപശിഖേവരാത്രൗ യം യം വ്യതീയായ പതിം വരാസ നരേന്ദ്രമാർഗാട്ട ഇവ പ്രഭേദേ വിവർണഭാവം സസഭൂമിപാല. ഒരു വലിയ രാജപാതയുണ്ട്. അവിടെ രണ്ട് ഭാഗത്തും നല്ല മനോഹരമായ കെട്ടിടങ്ങളാണ്. ആ കെട്ടിടങ്ങളുള്ള സമയത്ത് പഴയ കാലത്തെ ഇലക്ട്രിഫിക്കേഷനൊന്നുമില്ല. അപ്പോൾ ഇരുട്ടായ കെട്ടിടങ്ങളൊക്കെ ഇരുട്ടിൽ മൂടിപ്പോവും. ആ സമയത്ത് ഒരു പെട്രോമാക്സ് പോലെ ഒരു ദീപശിഖ അതിലേ കടന്നു പോവുക. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഏതേത് കെട്ടിടത്തിൻ്റെ മുൻപിൽ വന്നോ ആ കെട്ടിടം പൂർണ്ണമായി പ്രകാശിക്കും. ആ ദീപശിഖ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പിന്നെ അടുത്തതിനായി പ്രകാശം കുറച്ച് 1-2 എണ്ണത്തിന് അപ്പുറത്തും ഇപ്പുറത്തും കുറേശ്ശെ ഉണ്ടാവും. കഴിഞ്ഞു പോയതിന് ഇത്തിരി മങ്ങലും. അതുപോലെയാണത്രേ ഇന്ദുമതി കടന്നു പോയത്. സഞ്ചാരിണീ ദീപശിഖേവരാത്രൗ, രാത്രിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദീപശിഖയെ പോലെ യം യം വ്യതീയായ പതിം വരാസ, പതിയെ കിട്ടണം എന്ന് വിചാരിച്ച് വരിക്കാൻ വേണ്ടി ആ ഇച്ഛയോടുകൂടി അങ്ങനെ കടന്നു പോകുമ്പോൾ യം യം വ്യതീയായ, സഖി പറയണതൊക്കെ കേട്ടു, ഇഷ്ടായില്ല, അങ്ങനെ എടുത്തു വെച്ചു അടുത്ത ആളിലേക്ക്. അങ്ങനെ പോകുമ്പോൾ ഈ ഇന്ദുമതി ഒരു ദീപശിഖ പോലെയാണ്. അവർ വന്ന് മുമ്പിൽ നിന്നപ്പോൾ ആൾക്ക് വിചാരം ഉണ്ടാവും എൻ്റെ കഴുത്തിലാ മാല വരിക. അപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. താണ്ടി അങ്ങോട്ട് കടന്നപ്പോൾ മുഖം വളറി. അങ്ങനെ പിന്നിലൊക്കെ വളർത്തിക്കൊണ്ട് മുൻപിൽ പ്രതീക്ഷ ജനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത് പോലെ അങ്ങനെ നടന്നു. നരേന്ദ്രമാർഗാട്ട ഇവ പ്രഭേദേ വിവർണഭാവം സസഭൂമിപാല. ആരെയൊക്കെ കടന്നു ചെന്നോ അവർക്കൊക്കെ മുഖത്തിന് വിളർപ്പായി എന്ന്. അതുപോലെ ഒരു കഥ ഇവിടെ പറയാറുണ്ട്. മഹീയസാം പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം നവൃണീതയാവത്. ഈ പ്രഹ്ലാദൻ പറയുന്ന ഈ ഭാഗമാണ്. നിഷ്കിഞ്ചനന്മാരെ പോയി വരിക്കണം എന്ന്. ആ വരണശബ്ദത്തിനാണ് ഞാനിത് പറഞ്ഞത്. സ്വയംവരം എന്ന് പറഞ്ഞാൽ ഒരു കന്യക നിറഞ്ഞ സദസ്സിൽ പലരും വന്നവരെ എല്ലാവരെയും പരിശോധിച്ച് നോക്കിയതിന് ശേഷം തനിക്ക് ഇഷ്ടപ്പെട്ടവനാണ് പൊരുന്നവനാണ് എന്ന് പറഞ്ഞ് വരണമാല്യം ചാർത്തുന്നത് പോലെ ഈ നിഷ്കിഞ്ചനന്മാരുടെ പാദങ്ങൾ അണഞ്ഞ് അതാണ് നമുക്ക് ശ്രേഷ്ഠം, നമുക്ക് സാഫല്യം അണയ്ക്കാനുള്ളത് എന്ന് വിചാരിച്ച് അത് സേവിക്കണം എന്ന്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം നവൃണീതയാവത്. അവരെ പോയി കഴുത്തിൽ മാലയിടുക എന്നല്ല, കാക്കൽ നമസ്കരിച്ച് ആ പാദപൂമ്പൊടി കൊണ്ട് തൻ്റെ ശിരസ്സും തൻ്റെ ശരീരവുമൊക്കെ ആ പൊടിയിൽ അങ്ങോട്ട് കുളിച്ചാൽ മാത്രമേ നൈഷാം മതിസ്താവതുരുക്രമാഘ്രിം സ്പൃശത്യനർത്ഥാപഗമോ യഥർത്ഥ. അപ്പം മാത്രമേ നമ്മുടെ മനസ്സ് പരമേശ്വരൻ ആദിനാരായണൻ ശ്രീഹരിയുടെ ആ പാദത്തിൽ സ്പർശിക്കാൻ നമ്മുടെ മനസ്സിന് സാധിക്കുള്ളൂ. ആ സ്പർശനം എങ്ങനത്തതാ? സ്പൃശത്യനർത്ഥാപഗമോ യഥർത്ഥ. ലോകത്തിൽ ജനിച്ചത് മൂലം ഉണ്ടാകുന്ന എല്ലാ അനർത്ഥങ്ങളെയും പൂർണ്ണമായി കഴുകിക്കളയുന്നതാണ് ഈ സ്പർശം. നിഷ്കിഞ്ചനന്മാർ മഹാത്മാക്കളുടെ അടുത്ത് പോയി അവരെ പാദകമലങ്ങൾ നമസ്കരിച്ച് അതിൽ നിന്നുള്ള പൊടികൾ കൊണ്ട് നമ്മുടെ ശരീരം പവിത്രമായി മൂടി എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രമേ ഹരിഭക്തി ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. ഞാനിത് എന്തിനാ പറഞ്ഞത്? നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാ തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവ എന്ന് പറഞ്ഞല്ലോ. ജലമയമായിട്ടുള്ളതല്ല തീർത്ഥം, മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയതല്ല ദേവന്മാർ. വളരെ കാലം ഉപാസിച്ചാൽ ഉപാസകൻ്റെ ബലം കൊണ്ടും പ്രയത്നം കൊണ്ടും കുറച്ച് ശുദ്ധി വരുന്നതല്ലാതെ അവരുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ശുദ്ധി കിട്ടുന്നില്ല. നേരെ മറിച്ചോ സജ്ജനങ്ങളെപ്പോയി കണ്ട മാത്രയിൽ അവർ കടാക്ഷമരുളുന്ന 2 കണ്ണുകൾ കൊണ്ട് നിങ്ങളെ നോക്കിക്കണ്ട് ഇവർ നന്നാവട്ടെ എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിൽ തോന്നും. ഇത് പെട്ടെന്ന് നടക്കണത്, മറ്റത് ദീർഘകാലം കൊണ്ടും കൂടി നടക്കാത്തത്. ഇതാണ് വ്യത്യാസം. ഇങ്ങനെ തൊലിയുരിച്ചാണ് ഭാഗവതം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇനി അഗ്നിയാണ് അടുത്ത ഉദാഹരണം. അഗ്നിയെപ്പറ്റി എന്താ പറയുന്നത്? ആപോഗ്നിശ്ചന്ദ്രമാരവിഹി തേജസ്വീ തപസാദീപ്തോ ദുർധർഷോ ഉദരഭാജന
സർവഭക്ഷോപി യുക്താത്മാ നാദത്തേ മലമഗ്നിവത്. ഒരു അവധൂതനായിരിക്കുക, തത്വജ്ഞാനിയാകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? തേജസ്വി. ആ ആത്മാവിൻ്റെ തേജസ് ഉണ്ടല്ലോ, ആ തേജസ് മൂലം പ്രകാശിതനായി ആ ആൾ ജീവിക്കണം. ഒരു വിധത്തിലുള്ള കുലുക്കവും കോട്ടവും വിഷമവും തോന്നരുത്. എപ്പോൾ നോക്കിയാലും മന്ദസ്മിത മുഖം തന്നെ അങ്ങനെ ഇരിക്കാൻ പറ്റണം. ഈ ലോകം എത്രയോ കാലം കഴിഞ്ഞതാണ്, ജീവിച്ചതാണ്, ഇനിയും എത്രയോ കാലം കഴിയും. ഒരു കോട്ടവും കറവും നമുക്ക് ഉണ്ടാവാൻ പോണില്ല എന്ന് വിചാരിച്ച് നല്ല സ്ഥൈര്യത്തോടുകൂടി കുലുക്കമില്ലാതെ ആത്മാസീനനായിട്ടിരിക്കണം. തേജസ്വി തപസാദീപ്തോ, ജ്ഞാന തപസ്സുകൊണ്ട് ദീപ്തനായിരിക്കണം. ദുർധർഷ ഉദരഭാജന, ഒരൊറ്റ ആൾക്കും അതിക്രമിക്കാൻ പറ്റാത്തത്ര തേജോ വൈഭവം ആ ആൾക്കുണ്ടാവും. ഭക്ഷണം കഴിക്കാൻ ഉദരം മാത്രമാണ് പാത്രം. സർവഭക്ഷോപിയുക്താത്മാ, ആരാരെല്ലാം എന്തെല്ലാം കൊടുത്താലും ആ കൊടുത്തവർ നല്ലവരോ മോശക്കാരോ എന്ന് ആലോചിക്കാതെ എല്ലാം ഭക്ഷിച്ചുകൊണ്ട് സർവഭക്ഷോപി യുക്താത്മാ, മനസ്സും ബുദ്ധിയുമെല്ലാം ആത്മയുക്തമായിരുന്ന് നാദത്തെ മലമഗ്നിവത്, അഗ്നി എന്തിനെ ദഹിപ്പിച്ചാലും ആ ദഹിപ്പിക്കപ്പെട്ട വസ്തുവിൽ നിന്ന് സ്വല്പമെങ്കിലും മാലിന്യമോ ദോഷമോ അഗ്നിക്ക് വരാതെ ഇരിക്കുന്നത് മാതിരി എപ്പോഴും പവിത്രമായ ഒരു നിലനിർത്തിക്കൊണ്ടിരിക്കണം. ഇതാണ് ഞാൻ അഗ്നിയിൽ നിന്ന് പഠിച്ചത്. ആ അഗ്നിയുടെ പാഠങ്ങളെ പറ്റി എത്ര വേണമെങ്കിലും നമുക്ക് വിവരിക്കാം. അങ്ങനെ 24 ഗുരുക്കന്മാരിൽ നിന്ന് തൻ്റെ ബുദ്ധിയെ ആശ്രയിച്ച് പഠിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതേവരെ എത്തി. തൽക്കാലം നമുക്ക് നിർത്താം. നാളെ ഞാൻ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന അതിമഹത്തായ ശാസ്ത്രത്തിൽ കൂടി ഒരു പ്രയാണമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഈ ഭാഗം ഞാൻ ഇനി പറയാൻ പോകുന്നില്ല. നാളെ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന മഹത് ശാസ്ത്രം എന്താണ്, അതിൽ പ്രധാനമായിട്ട് നാം ഊന്നൽ നൽകി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്നൊക്കെയാണ് നാളെ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് തയ്യാറായിട്ട് എല്ലാവരും വന്നോളൂ. ഹേ ഗോപാലക ഹേ കൃപാജലനിധേ ഹേ സിന്ധുകന്യാപദേ ഹേ കംസാന്തക ഹേ ഗജേന്ദ്രകരുണാപാരീണ ഹേ മാധവ ഹേ രാമാനുജ ഹേ ജഗത്രയ ഗുരോ ഹേ പുണ്ടരീകാക്ഷമാം ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി നത്വാം വിനാ ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി നത്വാം വിനാ. ഹരി ഓം ഹരി ഓം. എല്ലാവരും ഒന്ന് നിവർന്നിരിക്കൂ, കണ്ണടച്ച് ഒരു ഓംകാരം ജപിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി നിർത്താം. ഓ ഹരി ഓ.